ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത ചാപ്റ്റർ ഓർമ്മ ഉണ്ടല്ലോ, ആൾക്കാർ വരുന്നുള്ളൂ. നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് അവർ വന്നവരെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം, പറഞ്ഞു നോക്കാം, ഇന്ററാക്ട് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം അല്ലെ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? സം ബേസിക് കൺസെപ്റ്റ് അല്ലെ. സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. തേർഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ. ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് അല്ലെ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നാണ്. ജസ്റ്റ് ഒരു ഐഡിയ എങ്കിലും കിട്ടിയാൽ മതി കെമിക്കൽ ബോണ്ടിങ് കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. ദെൻ സിക്സ്ത് ചാപ്റ്റർ ഇക്വിലിബ്രിയം അല്ലെ. അങ്ങനെ 6 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നുള്ളൂ. റിഡോക്സ്, ദെൻ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ. അങ്ങനെ ടോട്ടൽ 9 ചാപ്റ്റേഴ്സ് ഉള്ളൂ നമുക്ക് 11th കേട്ടോ. 14 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് റെഡ്യൂസ് ചെയ്ത് 9 ആക്കിയത്. ഈസിയാണ് കമ്പാരിറ്റീവ്ലി. കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഓൺലൈനിലൊക്കെ വന്ന ടൈം ആയിട്ടില്ല, ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വരാനായിട്ട്. അപ്പോൾ ആ ടൈം വരെ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഇങ്ങനെ റീക്യാപ്പ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കാം, ഇന്ററാക്ട് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. നമ്മൾ 11th and 12th ആകുമ്പോൾ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് കണ്ടന്റ് പറയിപ്പിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മാറ്റർ അല്ലെ. മാറ്റർ ഡിവൈഡഡ് ഇൻടു മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. ദെൻ നെക്സ്റ്റ് പ്യുവർ സബ്സ്റ്റൻസിൽ എന്തായിരുന്നു? എലമെന്റ് ആൻഡ് കോമ്പൗണ്ട്. ദെൻ നെക്സ്റ്റ് മിക്സ്ചർ ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. നെക്സ്റ്റ് എന്തായിരുന്നു അടുത്ത ടോപ്പിക് ആയിട്ട് വന്നേക്കുന്നത്? SI യൂണിറ്റ് അല്ലെ. സിസ്റ്റം ഇന്റർനാഷണൽ SI യൂണിറ്റ്. മാസ് എന്തായിരുന്നു? kg. അത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്തായിരുന്നു? മോൾ അല്ലെ, ഓർത്ത് നോക്കാം. മാസ് കിലോഗ്രാം, ലെങ്ത് മീറ്റർ അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എടുത്ത ടോപ്പിക് എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ് അല്ലെ, ഓർത്ത് നോക്കാം. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരും അല്ലെ. മാസ് എന്ന് പറഞ്ഞ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഒരു അല്ലെ സയന്റിഫിക് നൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൗണ്ട് ഫിഗറിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഒരു 2000 ഒക്കെ വന്നു കഴിഞ്ഞാൽ 2.0 into 10⁻² അല്ലെ. 4 ആണെങ്കിൽ 4, 2 ആണെങ്കിൽ 2 ഒക്കെ അങ്ങനെ ക്ലിയർ ചെയ്ത് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. അങ്ങനെയൊക്കെ ചെയ്തു. ദെൻ നെക്സ്റ്റ് ഓൺലൈനിൽ വരുന്ന ആൾക്കാര്. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്താണ് ലോസ് എടുത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ലോസ് എന്തൊക്കെയായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ, ഓർത്ത് നോക്കാം. പിന്നെന്തായിരുന്നു? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. പിന്നെന്തായിരുന്നു? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഓർത്ത് നോക്കാം അല്ലെ. ഇത്രയും വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നിന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലാസ്റ്റ് അവിടെ നിന്ന് പറഞ്ഞു നോക്കിയോ? നോർബി അല്ലെ, ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെ. എന്തായിരുന്നു നെക്സ്റ്റ് ആണ്? ട്രൈ ചെയ്തു. കണ്ടെയ്ൻ എക്സാക്ട്ലി റൈറ്റ് ആയിട്ടാണ് പറഞ്ഞത് കേട്ടോ, നോക്കാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എടുത്തിരുന്നു അല്ലെ. ഒരു ഐഡിയ ഉണ്ടോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? കോമ്പൗണ്ട് ഓർ പ്രോഡക്റ്റ്. The mass of combined with other elements. Fixed mass of the other element. എങ്ങനെയായിരിക്കും ആ പ്രൊപ്പോർഷൻ? എന്തായിരിക്കും? വോൾ നമ്പർ കേട്ടോ, ഓർത്ത് നോക്കാം. വോൾ നമ്പർ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. If two elements combine to form more than one compound, mass of one element combined with fixed mass of the other element അല്ലെ. എന്നിട്ട് ലാസ്റ്റ് വരുന്ന വേർഡ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. എന്തായിരിക്കും? എങ്ങനത്തെ പ്രൊപ്പോർഷൻ ആയിരിക്കും അല്ലെ? വോൾ നമ്പർ പ്രൊപ്പോർഷൻ. 1:2, 1:3, 2:7 അങ്ങനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും വരുന്നത് ഇന്നോവേറ്റീവ് ആയിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഇതെടുത്ത സമയത്ത് എന്റെ ക്ലാസ് കഴിഞ്ഞ സമയത്തല്ലേ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പോർഷൻ സ്കൂളിൽ അവർക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആരായിരുന്നു പറഞ്ഞു അല്ലേ? ഏത് സ്കൂളായിരുന്നു? ഗ്രിഗോറിയൻ അല്ലേ. അപ്പൊ അവർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ അല്ലേ ഓൾറെഡി
പഠിച്ചേക്കുന്നതാണ്, അങ്ങനെ ചെയ്തു പോകും കേട്ടോ, കുഴപ്പമില്ല. കുറെ സ്കൂളുകളിൽ അങ്ങനെ ചെയ്യും. അപ്പൊ അത് ആ രീതിയിൽ എടുത്താൽ മതി. ഇത് ഒരു ഇൻഫർമേഷൻ ആണ്, അറിയണം കേട്ടോ, ഓർത്ത് നോക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ കെവിക്ക് അല്ലെങ്കിൽ ബാക്കി സ്കൂളിന് അങ്ങനെ ആവണമെന്നില്ല, എടുത്തു പോകും. പക്ഷെ ഞാൻ പറയാം, ഈ ചാപ്റ്ററിൽ ഇത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ എടുക്കുന്ന പോർഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മോൾ കൺസെപ്റ്റ്, സ്റ്റോഷിയോമെട്രി, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് നമ്മൾ എത്തുന്ന സമയത്ത് എടുക്കുകയുള്ളൂ. അപ്പോ പതുക്കെ നമുക്ക് തുടങ്ങി വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. ലാസ്റ്റത്തെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലോ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ലോ ഏതാ? ഓണാണോ? ഓണാ, താങ്ക്സ് പറഞ്ഞ. ഓണാണ്, ഓക്കെ കേട്ടോ, മൂവ് ചെയ്യുന്നുണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇത് നമ്മളുടെ കയ്യില് മറ്റേ ഗ്രാഫിക്കലായിട്ട് ഉള്ള വീഡിയോസ് ഉണ്ട് ക്ലാസ്സുകളിലേക്ക്, എല്ലാ ചാപ്റ്ററിന്റെയും. അത് നമ്മളുടെ തന്നെ ഒരു ചാനലില് അപ്ലോഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ അയച്ചിടാം. അപ്പൊ ഈ സമയത്തൊക്കെ വെറുതെ ഫ്രീ ആവുമ്പോൾ ഒരു എൻജോയ്മെന്റ് ആയിട്ട് കാണാം, പഠിക്കാൻ വേണ്ടി കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒക്കെ ചില കമ്പോണന്റ് ഒക്കെ നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ആവും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് ഇട്ടേക്കാം, അതിന്റെ എന്താ പറയാ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ ഒന്ന് സമയം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് കൂളായിട്ട് ഇരുന്ന് കാണാം. അപ്പൊ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചില കൺസെപ്റ്റുകൾ, ഇപ്പൊ ഫിസിക്സിന്റെ ഒക്കെ ചില പിക്ചേഴ്സ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കാണും കേട്ടോ, ഓർത്ത് നോക്കാം. ചിലതൊക്കെ നമുക്ക് ഓടിച്ചു കളയാം, നമുക്ക് അറിയാവുന്നതാണെങ്കിൽ. പക്ഷെ അപ്പൊ ഒരു വ്യൂ കിട്ടും കേട്ടോ. ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് നോക്കി നോക്കുക, ഇന്നതാണ് എന്നുള്ളത് കേട്ടോ. എല്ലാ സബ്ജക്റ്റിനും ഇടാം, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. വീഡിയോ ഓൺ ആക്കി വെക്കണം കേട്ടോ. അദ്ദേഹം എന്താ രണ്ടുപേരും കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആക്കണം. നിങ്ങൾക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കേട്ടോ, നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് അറിയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് റിലാക്സ് ആയി പോകും കേട്ടോ. ഇപ്പൊ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ്, ഗേ-ലുസാക്ക് ലോ ഓഫ് ഗ്യാസ്. നെക്സ്റ്റ് ഹെഡിങ്, ഗേ-ലുസാക്ക്, GAY, ഗേ-ലുസാക്ക്, LUSSACS, ഗേ-ലുസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. റിപ്പീറ്റ് ചെയ്യാം, ഗേ-ലുസാക്ക്, GAY സ്പേസ് LUSSACS, ഗേ-ലുസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഗേ-ലുസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയം അണ്ടർലൈൻ ചെയ്യാം. ജസ്റ്റ് ലോ എഴുതാം, ഒരു എക്സാമ്പിൾ എഴുതാം. When gases combine in a chemical reaction, they do so in a simple ratio by volume. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ഓർത്ത് വെക്കാം. When gases combine in a chemical reaction, they do so in a simple ratio by volume. Simple ratio by volume. ആ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം അതൊന്നും അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ റേഷ്യോ ബൈ വോളിയം. സിമ്പിൾ റേഷ്യോ ബൈ വോളിയം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ, ഓർത്ത് നോക്കാം. അതിന്റെ കൺസെപ്റ്റ്, ഗ്യാസസ് വന്ന സമയത്ത് അവിടെ ഏറ്റവും പെട്ടെന്ന് ഗേ-ലുസാക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ വേർഡ് പറഞ്ഞാൽ മതി, സിമ്പിൾ റേഷ്യോ ബൈ വോളിയം. അപ്പോ ഇവിടെ ഒരു കൺസെപ്റ്റ് കാണിച്ചു തരാം. H2
പ്ലസ് O2. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, ഓക്സിജൻ ഗ്യാസ് ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് വാട്ടർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, H2. ഇവര് പറയുന്നത് 100 ml ഗ്യാസ് ആണ് എടുക്കുന്നത്, 100 ml ഗ്യാസ്. 50 ml O2 ആണ് എടുക്കുന്നത്, 50 ml O2. ദെൻ പ്രൊഡക്റ്റ് എത്രയായിരിക്കും അപ്പോൾ? 100 പ്ലസ് 50 അങ്ങനെയാവണം, പക്ഷെ അങ്ങനെയല്ല കിട്ടുന്നത്. 100 ml 100 ml. അപ്പോൾ റീസൺ എന്ന് പറയുന്നത് ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ സ്പേസ് എന്തായിരിക്കും അല്ലെ, കുറയും കൂടും. അത് പ്രഷറായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഗ്യാസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ ചിലപ്പോൾ ഓരോ റേഷ്യോസ് ഫോം ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് ഈ സയന്റിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ലോ ആണ് എന്താണ് ഈ പറയുന്ന ലോ കേട്ടോ. ഈ ഗെയ്-ലുസാക്ക് ലോ ഇത് കണ്ടോ, ഈ പേജ് ഇവിടെ ഇങ്ങനെ ഗെയ്-ലുസാക്ക് ഉണ്ട്. ഇതേ പേജ് തന്നെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അവിടെയും എഴുതുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു ഫൈൻഡിങ് എന്താന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 മോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ സയന്റിസ്റ്റ് എക്സ്പെരിമെന്റലി കണ്ടെത്തി വെച്ചേക്കുന്ന വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റലി പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ അതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. Then next, അവഗാഡ്രോസ് ലോ. നെക്സ്റ്റ് അവഗാഡ്രോസ് ലോ, സയന്റിസ്റ്റിന്റെ പേരുകളൊക്കെ തന്നെയാണ് കേട്ടോ. അവഗാഡ്രോസ് ലോ, AVOGADRO, അവഗാഡ്രോ. റിപ്പീറ്റ് ചെയ്യാം, AVOGADROS, അവഗാഡ്രോസ് ലോ. സയന്റിസ്റ്റിന്റെ പേരൊരു ഇത്രയുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ടൊന്ന് വായിച്ചു പോയി. പുള്ളിയുടെ പേര് ലൊറൻസോ റൊമാനോ അമേഡോ കാർലോ അവഗാഡോ ഡി കൊറാലോ എഡിക്കാരിയോ ആണ്. റെൻഡറിങ്, ഫ്രഞ്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ലേ, റെൻഡറിങ് ഓഫ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ചിലേക്ക് വരുന്ന സമയത്ത് അവരുടെ വീട്ടുപേരൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ ഹൗസ് നെയിം പറയില്ലേ, അത് ചേർത്തിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്ന രീതിയാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ അതിന് ഷോർട്ടാക്കി തന്നിട്ടുണ്ട് ഭാഗ്യത്തിന്. അവഗാഡ്രോസ് ലോ കേട്ടോ, ഓർത്ത് നോക്കാം. ഈ സയന്റിസ്റ്റിന്റെ ലോ എന്ന് എഴുതി വെച്ചു. ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് at the same temperature and pressure, at the same temperature and pressure, at the same temperature and pressure should contain equal number of molecules. Equal volume of all gases at the same temperature and pressure should contain equal number of molecule. ഇത് V directly proportional to N എന്ന് പറയുന്ന രീതിയിലാണ് അവഗാഡ്രോസ് ലോ അവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്, സെയിം ആയിട്ട് വരുന്നൊരു കണ്ടെയ്നർ ആണെന്ന് കരുതാം. നിങ്ങൾ LPG കണ്ടെയ്നർ കണ്ടു കാണുമല്ലോ, LPG പോലത്തെ ഒരു കണ്ടെയ്നറാണ്. ഇതിൽ ഞാൻ CO2 ഫില്ല് ചെയ്തു. ഇവിടെ ഞാൻ ഇതേ സെയിം കണ്ടെയ്നർ ഒരേ സൈസ് ആണ് എന്ന് കരുതാം. ഇതിൽ ഞാൻ H2, ഇതിൽ വേറെ ഇതിൽ മീഥേൻ, അങ്ങനെ 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 ഞാൻ ഫില്ല് ചെയ്തു. സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് എങ്കിൽ അതിൽ നമ്പർ സെയിം ആയിരിക്കും. അതാണ് പറയുന്ന മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ പെട്ടെന്ന് പ്രാക്ടിക്കലി നോക്കി കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലെ, ഓർത്ത് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഞാൻ ഒരെണ്ണത്തിൽ അയൺ ഫില്ല് ചെയ്യുന്നു, ഒരെണ്ണത്തിൽ വേറെ എന്താ പറയാ കോട്ടൺ ഫില്ല് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാസൊക്കെ വ്യത്യാസമായിരിക്കും, നമ്പറൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷെ ഗ്യാസിന്റെ കേസസിൽ നോക്കുന്ന എന്താണ്, സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഈക്വൽ നമ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചു, V directly proportional to N. V directly proportional to N. V directly proportional to N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. V എന്താണ്, വോളിയം. എപ്പോഴായിരിക്കും, സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓർത്ത് വെക്കാം.
same temperature and pressure. The next, Dalton atomic theory. Next heading, Dalton's atomic theory. Dalton's atomic theory. Dalton's atomic theory. ഒരു 4 പോസ്റ്റുലേഷൻസ് ആണ് 1 by 1 ആയിട്ട് അങ്ങ് എഴുതി വെക്കാത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഈ സയന്റിസ്റ്റ് നമ്മളിപ്പോൾ ഈ പഠിച്ചേക്കുന്ന ആൾക്കാരൊക്കെ കണ്ടെത്തുന്ന ലോയ്ക്ക് മുമ്പാണ് ഫസ്റ്റ് ഈ ഡാൽട്ടന്റെ തിയറി ആണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചേക്കുന്ന റോസ് ഒക്കെ വന്നേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ആദ്യത്തെ ലോ ആണത്. ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ്, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. Matter consists of indivisible atoms. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അല്ലേ? മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. Then second point എഴുതി വെക്കാം. All atom of given element, all atom of given element have identical properties. All atoms of a given element have identical properties. Identical properties. Third point, compounds are formed. Compounds are formed third point, compounds are formed when atom of different element, when atom of different element combine in a fixed ratio. Combine in a fixed ratio. Different element combine, different elements combine in a fixed ratio. Fixed ratio. Then fourth point, chemical reaction involved. Chemical reactions involve reorganization of atoms. Chemical reaction involve reorganization of atoms. Reorganization of atoms. ഈ ലോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് സയന്റിസ്റ്റ് പറഞ്ഞത് ആറ്റം എന്ന് പറയുന്നത് അല്ലെ ബേസിക് പാർട്ടിക്കിൾ ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലെ, വീണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആറ്റത്തിനകത്ത് എന്തൊക്കെ പാർട്ടിക്കിൾ ഉണ്ട് നമുക്കറിയാലോ, പണ്ട് മുതൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു. ആറ്റം കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയായിരുന്നു? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ അല്ലെ. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺസ് ആണ് വരുന്നത് അല്ലെ, ഓർത്ത് നോക്കാം. ദെൻ പിന്നീട് ഇപ്പോഴത്തെ സ്റ്റഡി അനുസരിച്ച് എന്തായി, വീണ്ടും പ്രോട്ടോണിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 6 ആയിട്ട് അല്ലെ, ഓർത്ത് നോക്കാം. പണ്ട് നമ്മൾ പറയുന്ന അല്ലെ കുറെ നാൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു വലിയ എക്സ്പെരിമെന്റ് ഒക്കെ ഹിഗ്സ് ബോസൺ പാർട്ടിക്കിൾ, ഗോൾഡ് അല്ലെ, ഗോഡ്സ് പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ഓർത്ത് നോക്കാം. വലിയൊരു കൊളിഡോർ ഒക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെ, വേൾഡിലെ എല്ലാ പേപ്പറുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ആക്ച്വലി അല്ലെ. 10,000 crore ആണ് ആ ഒരു ഒറ്റ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് ആയത്. ഒറ്റ എക്സ്പെരിമെന്റ്, ജസ്റ്റ് ആ പ്രോട്ടോൺ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്താം, അത്രേ ഉള്ളൂ ഫൈൻഡിങ്സ് കേട്ടോ. അപ്പൊ അന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും കുറെ അതുപോലെ വലിയ സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുണ്ട് ആക്ച്വലി. എന്നാലല്ലേ പുതിയ ഇന്നോവേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ആവുള്ളൂ അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെയുള്ള എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പണ്ടത്തെ കാര്യമാണ് അല്ലെ, ഡാൽട്ടൺ എന്ന് പറയുന്ന ആ സയന്റിസ്റ്റ് വന്നേക്കുന്നത് വളരെ 1880 ആണ് എന്ന് പറഞ്ഞാൽ 200 years ബാക്ക് ആണ് ആക്ച്വലി അല്ലെ. 18th centuryയിലാണ് ഈ ഫൈൻഡിങ്സ് ഒക്കെ വന്നേക്കുന്നത്. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞു നോക്കി? സെക്കൻഡ് പോയിന്റ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടി അല്ലെ. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ കാർബൺ, ആ കാർബൺ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ, ഒരിക്കലും അതിന് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഐസോട്ടോപ്പ് ഒക്കെ ഉണ്ടാവും, എന്നാലും അതിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? സെയിം ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരുന്നു അടുത്ത തേർഡ്? അല്ലെ, ഫിക്സഡ് റേഷ്യോ. നമ്മൾ നേരത്തെ ഒരു ലോയിൽ പറഞ്ഞാണ് ആക്ച്വലി അല്ലെ. ഫിക്സഡ് റേഷ്യോ ഒക്കെ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ് അല്ലെ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒക്കെ പറഞ്ഞാണ് അല്ലെ. ദെൻ ഫോർത്ത് എന്തായിരുന്നു? റീഅറേഞ്ച്മെന്റ് അല്ലെ. റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോഴാണ് പുതിയൊരു
കെമിക്കൽ അല്ലെങ്കിൽ അതുണ്ടാകുന്ന പുതിയ കോമ്പൗണ്ട് ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന അല്ലെ കെമിക്കൽ റിയാക്ഷൻസ് റീഅറേഞ്ച്മെന്റ്. ആ കൺസെപ്റ്റ് അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെയുള്ള മുതലുള്ള കാര്യമാണ് നിങ്ങളുടെ ബേസിക് കൺസെപ്റ്റ് ആയിട്ട് പ്ലസ് ടുവിനും ഒക്കെ യൂസ് ചെയ്യുന്നതും. ഇവിടെ നിന്ന് മുതലാണ് നിങ്ങൾക്ക് സ്കൂളുകളിലെല്ലാ സ്ഥലത്തും എടുത്തു പോവുക കേട്ടോ, ഓർത്ത് നോക്കാം. എഴുതി വെക്കാം. ഫോർമുല മാസ്, ഫോർമുല മാസ് ഓർ മോളിക്കുലർ മാസ്, ഫോർമുല മാസ് ഓർ മോളിക്കുലർ മാസ്. ടെക്സ്റ്റ് ബുക്കിൽ 2 ഹെഡിങ് ആണ്, ഞാൻ ഒറ്റ വേർഡ് ആക്കി വെച്ചേക്കാണ് കേട്ടോ, ഓർത്ത് വെക്കാം. എഴുതി വെക്കാം. മോളിക്കുലർ മാസ് ഇസ് ദി, മോളിക്കുലർ മാസ് ഇസ് ദി ഫോർമുല മാസ് ഓർ മോളിക്കുലർ മാസ്, ഒറ്റ വേർഡിൽ പോയാൽ മതി കേട്ടോ, ഓർത്ത് വെക്കാം. എന്നിട്ട് മോളിക്കുലർ മാസിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചോ. മോളിക്കുലർ മാസ് ഇസ് ദി സം ഓഫ് ആറ്റമിക് മാസസ്, സം ഓഫ് atomic masses of the element present in a molecule. Repeat here ട്ടോ. Molecular mass is the sum of atomic masses of the elements present in a molecule. നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, കാരണം ഞാനും വളരെ സ്ലോ ആയിട്ട് എഴുതുന്ന ആളാണ്, അതുകൊണ്ടാണ്. ഓഫ് ദി എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ, പ്രസന്റ് ഇൻ എ മോളിക്യൂൾ എഴുതിയോ? ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നോട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ടെക്സ്റ്റ് ബുക്ക് ബാക്ക്, ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരൊക്കെ ഒന്ന് എടുത്തോ, എന്തായാലും നമ്മൾ അവിടെ നിന്ന് ചെയ്തു കൊടുക്കും. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദി ഫോളോവിങ്. ഉണ്ടോ? ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ അല്ലേ, ഈ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ അവർ ഗെയിം കൊണ്ടുപോകും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ 10th പഠിക്കുന്ന സ്റ്റൈലല്ല, ഇത് ചില ഏരിയന്ന് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും, ചില ഏരിയന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കൂല, മനസ്സിലായി? ഇത് മുഴുവൻ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ആക്ച്വലി. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. 10th ആണെങ്കിൽ ചോദിക്കുമ്പോൾ ഓരോ ഏരിയന്ന് ക്വസ്റ്റ്യൻ വരുന്നു, ആക്ടിവിറ്റി വരുന്നു, നമ്മളിങ്ങനെ പുനരാരംഭിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ്. ഇത് അവര് അങ്ങനെയൊക്കെ മാറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചു കേട്ടോ, ടെക്സ്റ്റുള്ള ആൾക്കാരൊക്കെ എഴുതി നോക്കുക. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദി ഫോളോവിങ്, കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദി ഫോളോവിങ്. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സസൈസ് ആണ് കേട്ടോ, എക്സസൈസ് ഫസ്റ്റ്, പേജ് നമ്പർ 25. ഫസ്റ്റ് ക്വസ്റ്റ്യൻ H2O, CO2, CH4. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അല്ലെ, നിങ്ങൾക്കറിയാം. H2O ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? H2O ഹൈഡ്രജൻ എത്രയായിരുന്നു? 1 മാസ്, ആറ്റമിക് മാസ് ആണ് 1 × 2 പ്ലസ് ഓക്സിജൻ 16, എത്ര കിട്ടും? 18. ഓർത്ത് നോക്കാം, 18. ആറ്റമിക് മാസ് പറയുമ്പോൾ AMU അല്ലെങ്കിൽ U, അതാണ് യൂണിറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. അത് എങ്ങനെ എഴുതാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ CO2. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എന്ത് പഠിക്കണം? ആറ്റമിക് മാസ് അല്ലേ, ഓർത്ത് നോക്കാം. അപ്പൊ ആറ്റമിക് മാസ് അറിയാത്ത ആൾക്കാർ പതുക്കനൊക്കെ ഒന്ന് പഠിച്ചൊക്കെ തുടങ്ങി പതുക്കനെ ഇങ്ങനെ കയറി വരാം കേട്ടോ, ഓർത്ത് നോക്കാം. കാർബണിന്റെ ആറ്റമിക് നമ്പർ 6 ആണ് അല്ലെ, ആറ്റമിക് മാസ് 12. അപ്പൊ എത്ര വരും? 12 പ്ലസ് ഓക്സിജൻ എത്രയാ? 16 × 2, ടോട്ടൽ എത്ര വരും? 12 പ്ലസ് 32, എത്ര വരും? 44 U. 44. The next question, CH4, methane. CH4, methane. Carbon മാസ് എത്രയാ? 12 പ്ലസ് ഹൈഡ്രജന്റെ മാസ് 1 × 4, എത്ര വന്നു? 16 U. 16 U. എഴുതി വെച്ചു അല്ലെ. അടുത്ത ഹെഡിങ് എഴുതി നോക്കുക, എംപിരിക്കൽ ഫോർമുല. നെക്സ്റ്റ് ഹെഡിങ് എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല. An empirical formula
എഴുതിക്കോട്ടോ. An empirical formula represents the simplest whole number ratio. An empirical formula represents the simplest whole number ratio of various atoms present in a compound. Repeat here. Whole number ratio of various atoms present in a compound. Now repeat here. An empirical formula represents the simplest whole number ratio of various atoms present in a compound. അപ്പോൾ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഈ മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലർ മാസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ, ഓർത്ത് നോക്കാം. അതുപോലെ ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സാക്ട് നമ്പർ ആണ്. അടുത്ത പോയിന്റ് ആയിട്ട് ഇതും കൂടി എഴുതി വെച്ചു, മോളിക്കുലർ ഫോർമുല കൂടി എഴുതി വെച്ചു. നെക്സ്റ്റ് ലൈനിൽ കേട്ടോ, നെക്സ്റ്റ് ലൈനിൽ ഇതേ ഹെഡിങ്ങിന് അണ്ടറിൽ എഴുതി വെച്ചാൽ മതി. The molecular formula shows the exact number of different type of atoms. The molecular formula shows the exact number of different type of atoms present in a molecule of a compound. 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 So ഈ ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് മീനിങ് കേട്ടോ. ആ മീനിങ്ങിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് വരാം. മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നതിൽ അവിടെ എക്സാക്ട് നമ്പർ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ C6H12O6, അത് ഫിക്സ്ഡ് ആണ്. അതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല. ഷോർട്ട് ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. മോളിക്കുലർ ഫോർമുല C6H12O6. ഇതിൽ കോമൺ ആയിട്ട് ഏത് നമ്പർ അല്ലേ, 6. അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? വോൾ നമ്പർ റേഷ്യോ കിട്ടും. അങ്ങനെ വന്നാൽ എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും? C1H2O1 ഉണ്ടോ? ഇനി H2O മോളിക്കുലർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്, H2 ഉണ്ടോ? അപ്പൊ അങ്ങനെയുണ്ട് ചില കോമ്പൗണ്ടിൽ മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും സെയിം ആയിരിക്കും. ഇങ്ങനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു പോവാം കേട്ടോ. ഓർത്തോ, ഇപ്പൊ ഇവിടെ ഒരു ഫാക്ടർ വരുന്നുണ്ട്, അതിനെ എൻ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടൈം കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ടൈം എത്രയാ? 6 ആണ്. എൻ ഫാക്ടർ എന്ന് പറയും 6 കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇങ്ങനെ ഒന്ന് എടുത്തെഴുതി വെക്കാം. മോളിക്കുലർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല. മെത്തേഡ് ഓർത്ത് നോക്കുക കേട്ടോ. കൺസെപ്റ്റ് കണ്ട ഐഡന്റിഫൈ ചെയ്യണം, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ മോൾ കൺസെപ്റ്റ് എടുക്കാം കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, മോൾ കൺസെപ്റ്റ് കേട്ടോ. മോൾ, MOLE, മോൾ കൺസെപ്റ്റ് ഒരു ഫുൾ പേജ് വേണം കേട്ടോ, ഓർത്ത് നോക്കാം. അത്രയൊക്കെ മതി. കുറച്ചൊക്കെ സ്പേസ് വേണം കേട്ടോ, ഓർത്ത് നോക്കാം. കുറച്ച് ഏരിയ ഇതാക്കിയിട്ട് അതിലേക്ക് വരാണ്. മോൾ കൺസെപ്റ്റിൽ കുറെ ഡെഫിനിഷൻസ് ഒക്കെയാണ് നോർമലി ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ബാക്കി കാര്യങ്ങൾ. നമ്മൾ അങ്ങനെ ഒന്നും എഴുതില്ല. നേരെ അതിന്റെ പ്രാക്ടിക്കലായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അതിലേക്ക് കൊണ്ടുവരാം കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ മോൾ എന്ന് പറഞ്ഞ് ഉള്ള ആ ടേം കേട്ടേക്കുന്നത് 9th. വാട്ട് യു മീൻ മോൾ?
മോൾ എന്ന് പറഞ്ഞാൽ 9th ഡിലീറ്റഡ് ആയിരുന്നു അല്ലെ? ഓക്കെ, എന്നാൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ ഡസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 നമ്പർ അല്ലെ? 1 ഡസൻ ചോക്ലേറ്റ് എന്ന് പറയുന്നത് 1 ഡസൻ ചോക്ലേറ്റ് കിട്ടും, നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് വന്നു കേട്ടോ, ഓർത്ത് നോക്കാം. 1 ഡസൻ തല്ല് കിട്ടും എന്ന് പറഞ്ഞാൽ അല്ലെ? ഞാനപ്പോ തന്നെ മൈൻഡ് മാറി, സെയിം ഡസൻ തന്നെയാണ് ആക്ച്വലി വന്നേക്കുന്നത്. 1 ഡസൻ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 12 നമ്പർ ചോക്ലേറ്റ് എന്റെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്തു. ഇനി ഓർത്ത് നോക്കുക, വിരാട് കോഹ്ലി സെഞ്ചുറി സ്കോർ ചെയ്തു. എന്താ വാട്ട് യു മീൻ സെഞ്ചുറി? 100 എന്ന് പറഞ്ഞ പോലെ സെഞ്ചുറി 100 എന്ന് പറഞ്ഞ പോലെ സെഞ്ചുറി. അപ്പോൾ ക്ലസ്റ്റേഴ്സ് അങ്ങനെയുള്ളതിന് നമ്മൾ അല്ലെ ഓരോ ഇതിലും സെഞ്ചുറി അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട് ആക്ച്വലി വരുന്നത്. അപ്പോ ഈ സെഞ്ചുറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെന്താ? നമ്പറാണ്. അപ്പൊ അതുപോലെ 12 എന്ന് പറയുന്നത് ഡസൻ എന്ന് പറയുന്ന ഒരു നമ്പറാണ്. മോൾ എന്ന് പറഞ്ഞാൽ നമ്പറാണ്, വേറെ ഒന്നും ഓർക്കരുത്. മോൾ എന്താണ്? നമ്പർ. അത് റെപ്രസെന്റ് ചെയ്യുന്ന ആറ്റം ആൻഡ് മോളിക്യൂളിനെയാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ആ നമ്പർ എന്ന് പറയുമ്പോൾ മോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നാൽ എപ്പോ ഇനി മോൾ എന്ന് കേട്ടാലും നമ്പർ, അത്രേ ഓർത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. നമ്പർ കേട്ടോ, ഓർത്ത് വെക്കുക. ആ നമ്പർ ഇതാണ് 6.022 into 10⁻23. ഇതാണ് ആ നമ്പർ. 6.022 into 10⁻23. ഇതാണ് ആ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മോൾ എന്ന് പറഞ്ഞ ഈ നമ്പർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മോൾ എന്നൊക്കെ കൊടുത്തു നല്ല പേരെ കൊടുക്കാറുന്നില്ലേ അല്ലെ? ഓർത്ത് ആ സയന്റിസ്റ്റ് അതാണ് ആക്ച്വലി കൊടുത്തേക്കുന്നത്. ഇതിന്റെ വാല്യൂ എത്രയാണെന്നോ ഇമാജിൻ ചെയ്തേ. 1 കഴിഞ്ഞിട്ട് 50 ഇട്ടാൽ എത്രയായിരിക്കും അത് എന്ന് പറഞ്ഞാൽ 6 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 lakh. 7 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? എന്ന് പറഞ്ഞാൽ അല്ലെ 1 into 10⁻7 എന്ന് പറഞ്ഞാൽ 10 lakh ആണ്. 1 into 10⁻8 എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയായിരിക്കും? 1 crore അല്ലെ? 10⁻8 ആയപ്പോ എത്രയായി? 1 crore. Then 10⁻9 ആയ 10 crore. 10⁻10 ആയ 10 crore അല്ലെ? ഓർത്ത് നോക്കാം. 10 അല്ലെ? 11 ആയ 100 crore. 12 ആയ 1000 crore അല്ലെ? 13 ആയ 10,000 crore. 14 ആയ 1 lakh crore. അങ്ങനെ പറയുമ്പോൾ ഇത് ആവുമല്ലേ അല്ലേ? ആക്ച്വലി അങ്ങനെ വലിയ നമ്പറാണ്. അപ്പൊ ആ നമ്പറിനെ അവർ ഒറ്റ വേർഡിൽ സിമ്പിൾ ആയിട്ട് അല്ലെ മോൾ എന്ന് പറയാൻ ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ? മോൾ ആ രീതിയിൽ അങ്ങ് ഒതുക്കി. അല്ലെങ്കിൽ ഇങ്ങനെ ട്രില്യൺ ഓഫ് ക്രോർസ് ഓഫ് ആറ്റം പ്രസന്റ് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ആ ഇമ്പാക്ട് ഒന്നുമില്ല. മോൾ അത്രേ ഉള്ളൂ, ഓർത്ത് നോക്കാം. ദെൻ ഈ മോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ച്. ഇനി മോളും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആദ്യം പഠിക്കുന്നത്. ഓർത്ത് നോക്കാം. Mass divided by molecular mass. Mass divided by atomic mass or molecular mass. Atomic mass or molecular mass. Molecular mass. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോൾ കിട്ടും. അപ്പോൾ 1 മോൾ അല്ലെങ്കിൽ മോൾ ഈക്വൽ ടു എന്തായിരിക്കും? മാസ് ഡിവൈഡഡ് ബൈ ആറ്റമിക് മാസ് ഓർ മോളിക്കുലർ മാസ് എന്നാണ് ഒരു ഇക്വേഷൻ വരുന്നത് കേട്ടോ. ആ ഇക്വേഷൻ ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. The next, number of particle divided by 6.022 into 10⁻23. ഇത് ചെയ്തു കഴിഞ്ഞാൽ മോൾ കിട്ടും. Then next, volume divided by 22.4 liter ചെയ്തു കഴിഞ്ഞാൽ മോൾ കിട്ടും. The next, GMM, gram molecular mass. GMM, gram molecular mass എന്ന് പറഞ്ഞാൽ അത് 1 മോളിലേക്ക് കണക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് വരുന്ന ലിങ്ക് ആണ്. ഓർത്ത് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതൊരു ഫുൾ പേജിലേക്ക് അല്ലെങ്കിൽ പരമാവധി സ്പേസ് ഒക്കെ ഇട്ട് ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ആ പേജ് പോരാ, അടുത്ത പേജിലേക്ക് സ്പേസ് ഇട്ട് കേട്ടോ. അവിടെ വേറെ സ്ഥലങ്ങൾ എഴുതാതിരിക്കും. പിന്നീട് വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അതിലേക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ബേസ് ആണ്, നന്നായിട്ട് അറിയണം. മാസ് ഡിവൈഡഡ് ബൈ ആറ്റമിക് മാസ് ഓർ മോളിക്കുലർ മാസ്. ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ നിങ്ങൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആറ്റമിക് മാസ് ഓർ എന്താണ്? മോളിക്കുലർ മാസ്. മോളിക്കുലർ വന്ന മോളിക്കുലർ മാസ് ആണ്. അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം.
ഇത് വോളിയം ഫുൾ ആയിട്ട് എഴുതാൻ നോക്കുക. വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. വോളിയം കേട്ടോ, ഗ്യാസ് ആണ്, വോളിയം ഓഫ് ഗ്യാസ് എന്ന് എഴുതി വെച്ചു. വോളിയം ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. GMM, ഗ്രാം മോളിക്കുലർ മാസ്. ഗ്രാം മോളിക്കുലർ മാസ്. കൺസെപ്റ്റ് ആൻഡ് റിലേഷൻ ആ രീതിയിലേക്ക് ആദ്യം കൊണ്ടുവരണം കേട്ടോ. നിങ്ങൾ ഇത് എഴുതി ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എവിടേക്ക് അപ്ലൈ ചെയ്യുന്നു, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നു, അതെല്ലാം നമുക്ക് കാണാം. ഈ ചാപ്റ്റർ അടുത്ത ചാപ്റ്റർ വരുന്ന ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നമുക്കൊന്ന് മൂവ് ചെയ്യുകയും ചെയ്യാം. ഓർത്ത് നോക്കാം. ചോദിച്ചു, ആറ്റമിക് മാസ് ഓർ മോളിക്കുലർ മാസ്. മാസ് ഡിവൈഡഡ് ബൈ ആറ്റമിക് മാസ് ഓർ മോളിക്കുലർ മാസ്. ഞാൻ നേരത്തെ പറഞ്ഞു മോൾ എന്ന് പറയുമ്പോൾ മൈൻഡിൽ ഒരു നമ്പർ ആണ്. അപ്പൊ ഇവിടെ നമ്പറും മാസും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് ആണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. ദീപാവലിക്കൊക്കെ ഞാൻ സ്വീറ്റ്സ് കഴിക്കാറുണ്ട്. മിൽക്ക് പേട ഇവിടെ ഉള്ളൊരു നല്ലൊരു കടയിൽ നിന്നാണ് മിൽക്ക് പേട വാങ്ങിക്കാറ്. സാധാരണ പോകുമ്പോൾ നമ്പറാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ 1 ഡസൻ എന്ന് പറഞ്ഞാൽ ആണ് അവിടെ ചെല്ലുക. 1 ഡസൻ എടുക്കുന്നു, അതിനൊരു ചാർജ് കൊടുക്കുന്നു, 100 റുപ്പീസ് കൊടുക്കുന്നു, അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നമ്പർ കൊടുക്കുന്ന പരിപാടി നിർത്തി. കിലോനാണ് അവിടെ പ്രൈസ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോ പുള്ളി പറഞ്ഞു നമ്പർ ഇല്ല, കിലോ ആണ്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 12 നമ്പർ 1 ഡസൻ മതി, 1 ഡസൻ മതി, 12 നമ്പേഴ്സ് മതി. അങ്ങനെ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, 100 ഗ്രാമില് 12 നമ്പേഴ്സ് ഉണ്ടാവും. 100 ഗ്രാമില് 12 നമ്പേഴ്സ്. അപ്പോ 1 ഡസൻ 100 ഗ്രാം ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 ഡസൻ വാങ്ങിക്കണമെങ്കിൽ എത്ര ഗ്രാം വാങ്ങിക്കണം? എത്രയായിരിക്കും? കിട്ടിയോ? ഓർത്ത് നോക്കുക. 3 ഡസൻ ആണെങ്കിൽ എങ്ങനെ കിട്ടി? അവിടെ എന്താണ് അവിടെ അല്ലെ? 1 ഡസൻ ഈക്വൽ ടു നിങ്ങൾ ചെയ്ത ഒരു ഐഡിയ അല്ലെ? എന്താണ് ആക്ച്വലി 12 നമ്പർ. 12 നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ അല്ലെ? 100 ഗ്രാം ആണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ നമ്പർ ഇതെന്താ? മാസ്. ആ റിലേഷൻ ആണ് നിങ്ങൾക്ക് തുടങ്ങിയത്. അപ്പോ 12 നമ്പർ അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? 1 ഡസൻ അല്ലെ? 1 ഡസൻ ഈക്വൽ ടു 12 നമ്പർ ഈക്വൽ ടു 100 ഗ്രാം. 1 ഡസൻ എന്ന് പറഞ്ഞാൽ നമ്പറും സെയിം തന്നെയല്ലേ? ഇതേ ഐഡിയ തന്നെയാണ് മോൾ എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ ആറ്റമിക് മാസ് ഓർ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന രീതിയിലേക്കാണ് ആക്ച്വലി വരുന്നത്. ഞാൻ ഇയാളുടെ അടുത്ത് പറയണം, എനിക്ക് അയാളെ വീട്ടിൽ ചെന്നപ്പോൾ 1 മോൾ വാട്ടർ വേണം അല്ലെ? ഇയാൾ കഷ്ടപ്പെട്ട് ഇത്രയും നമ്പറൊക്കെ എണ്ണി കൊണ്ടുവരാൻ പറ്റുമോ? എന്ത് ചെയ്യും? എനിക്ക് വേണം കാര്യമായിട്ട് 1 മോൾ വാട്ടർ. എങ്ങനെ തരും? ഒരു ഗ്ലാസ് അല്ലെ? ഗ്ലാസ്സിലായിരിക്കും അയാൾ കൊണ്ടുവരുന്നത്. ഓർത്തോ, ഗ്ലാസിന്റെ വെയിറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അയാൾ ചെയ്യുന്ന 18 ഗ്രാം എടുക്കും. എങ്ങനെയാ? 18 ഗ്രാം. നോക്കിയേ, 18 ഗ്രാം ആണ് അയാൾ എടുക്കുന്ന വെയിറ്റ് ചെയ്യുന്ന വാട്ടർ എന്ന് കരുതാം. 18 ഗ്രാം. അപ്പോ 18 ഗ്രാം ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ മോളിക്കുലർ മാസ് എത്രയാ? വാട്ടർ H2O. ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയല്ലേ, അതുകൊണ്ടാ ചോദിച്ചേ. 18 തന്നെയല്ലേ? 18 ബൈ 18 ഉണ്ടോ? 1 മോൾ കിട്ടി. 1 മോൾ കിട്ടി. ഇനി ഏത് കോമ്പൗണ്ടിന്റെയും 1 മോൾ കണ്ടെത്താനാണ് ഈ GMM എന്ന് എഴുതിയ ഗ്രാം മോളിക്കുലർ മാസ്. 1 മോൾ സോൾട്ട് വേണം കടയിൽ. എന്ത് ചെയ്യണം? സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? NaCl. NaCl അല്ലേ? NaCl. എണ്ണയുടെ മാസ് എത്രയാ? 23. ഒരു സോഡിയത്തിന്റെ ആറ്റമിക് മാസ് എന്ന് പറയുന്നത് 23. ക്ലോറിന് എത്രയാ? 35.5 കേട്ടോ. ഓർത്ത് പോകാം.
പഠിക്കണം കേട്ടോ. അപ്പൊ എത്ര വരും ആഡ് ചെയ്യുമ്പോ 58.5. 58.5 ഗ്രാം എടുത്താൽ അതിലെന്താവും 1 മോൾ. 1 മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പറോ, ഇത്രയും നമ്പേഴ്സ് കിട്ടും. കണ്ടോ, ഓർത്ത് വെക്കാം. അപ്പോ നമ്മള് ഓൾറെഡി അങ്ങനെ ആണ് ഓർത്ത് വെക്കാം. അപ്പോ നമുക്ക് കയ്യിലിരിക്കുന്നത് ഒരു 500 ഗ്രാം NaCl. നിങ്ങൾ എന്ത് ചെയ്യും അതിന്റെ മോള് കണ്ടെത്താനായിട്ട്? 500 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഇതാണ് അതിന്റെ എന്ത് ആറ്റമിക് മാസ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് കിട്ടും. അപ്പൊ ഇവിടെ പഠിക്കുന്നത് ഈ മോളും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. മോൾ, അപ്പൊ മോൾ ഈക്വൽ ടു അല്ലെ, ഈ പേനയിൽ എത്ര ആറ്റം ഉണ്ട്? എന്ത് ചെയ്യണം? പേനയുടെ മാസ് എടുക്കണം അല്ലെ, ഓർത്ത് വെക്കാം. പേന എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആണ്, കാരണം അതിന്റെ ഉള്ളിൽ ഇങ്ക് ഉണ്ട്, അങ്ങനെ അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും, എന്നിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്താന്ന് പറഞ്ഞു മെയിൻ ആയിട്ട് CH2 ഡബിൾ ബോണ്ട് CH2 പോളിത്തീൻ, അതില് സീല മാറിയ PVC ആക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്, ഹൈഡ്രോ കാർബൺ ആണ് ആക്ച്വലി. അപ്പൊ അതെടുത്ത് ഡിവൈഡ് ചെയ്താൽ അതിന് നമുക്ക് എന്ത് കിട്ടും? വാല്യൂ കിട്ടും, ക്ലിയർ ആയിട്ട് വരും. അപ്പൊ ഓർത്ത് വെക്കുക, നമ്മൾ ഏതിന്റെയും മാസും നമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ പറയുന്ന ഏരിയ. ഇനി ഇവിടെ നിന്ന് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇതുപോലെ നമ്പർ തരും, ഇതുപോലെ വലിയ നമ്പർ തരും, എന്നിട്ട് മോള് കണ്ടെത്താൻ പറ്റും. അപ്പൊ എന്ത് കിട്ടും? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ അവഗാഡ്രോസ് നമ്പർ. അപ്പൊ എന്ത് കിട്ടും? മോള് കിട്ടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 36 ചോക്ലേറ്റ് ഉണ്ട്, എത്ര ഡസൻ ആണ്? 36. അങ്ങനെ കിട്ടി 36 ഡിവൈഡഡ് ബൈ 12. അതുപോലെ ഇത് നമ്പർ തരും, ആ നമ്പർ തരുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ മോൾ. കണ്ടോ, ഒരു മോൾ എന്ന് പറഞ്ഞ ഇതാണെന്ന് ഓർത്ത് പോകല്ലോ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലി. ഇനി ഇത് എന്തിനാ പഠിക്കുന്നത്? ഇത് പഠിക്കുന്ന സമയത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റഡികളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഓരോ ആറ്റത്തിന്റെയും മാസും അതൊക്കെ അനുസരിച്ചിട്ട് വളരെ ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, അതിൽ എത്ര നമ്പർ ഉണ്ട്, എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്നൊക്കെ വെച്ചിട്ട് കണ്ടെത്താൻ പറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ സയൻസിന്റെ ഏറ്റവും ആക്യുറേറ്റ് അവർ ബേസിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്ന് വെച്ചിട്ട് നമ്പർ വെച്ചിട്ടാണ് ഈ കൊണ്ടുവരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. നമ്പർ വെച്ചിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇനി ഇത് ഗ്യാസിന് മാത്രമാണ്. ഗ്യാസ് ഇപ്പോ ഏത് വോളിയം ആണ് ഡിവൈഡ് ബൈ 22.4 ലിറ്റർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്ത് വരാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇത് എങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം. ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചു കേട്ടോ. Find the number of moles. Find the number of moles. Find the number of moles. അണ്ടർലൈൻ ചെയ്യാം. അതിൽ ഓരോന്നായിട്ട് എഴുതി പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് 250 gram of calcium carbonate, CaCO3. First question, 250 gram of calcium carbonate. First question, 250 gram of calcium carbonate, CaCO3 കേട്ടോ, calcium carbonate, 250 gram of calcium carbonate. Next, second question, 72 gram of water, H2O. 72 gram of H2O. 72 gram of H2O. മോളിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയണം കേട്ടോ. Then third question, 6.022 into 10 raised to 24 number of oxygen. Number of oxygen. 24 അതട്ടെ. 6.022 into 10 raised to 24 number of oxygen. Then fourth question, 12.044 into 10 raised to 25 number of hydrogen. Okay അല്ലേ? number of hydrogen.
തനിയെ ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് ഞാൻ ആൻസർ ഒക്കെ പറഞ്ഞോളാം, എഴുതിക്കോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം, ബാക്കിയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് എഴുതണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് കിട്ടട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യനിലെ മോൾ എന്നായിരുന്നു ചോദിച്ചേക്കുന്നത്. അപ്പൊ മോള് അവിടെ മാസ് ആണ്. അപ്പൊ മോൾ ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതും? മാസ് ഡിവൈഡഡ് ബൈ അല്ലെ ആറ്റം ആണ്, അല്ലെങ്കിൽ മോളിക്യൂൾ ആണ്. ഇവിടെ മോളിക്യൂൾ ആയതുകൊണ്ട് മോളിക്യുലർ മാസ് ഓർത്ത് നോക്കാം. മോളാണ് കണ്ടെത്തേണ്ടത് അല്ലെ. മോൾ ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലർ മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? തന്നേക്കുന്നതാണ്. ഇവിടെ ഗിവൺ മാസ് എത്രയാ? 250. ഓർത്ത് നോക്കാം, 250 ആണ് മാസ്. ദെൻ മോളിക്യുലർ മാസ് എന്തായിരുന്നു? CaCO3 അല്ലേ. CaCO3 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും മോളിക്യുലർ മാസ് ചെയ്യാം? CaCO3. കാൽസ്യം എത്രയാണ്? ആറ്റമിക് നമ്പർ 40. എത്രയാണ്? 40. ആറ്റമിക് നമ്പർ 20 ആണ് മോളിക്യുലർ മാസ്. ആറ്റമിക് മാസ് 40. ദെൻ കാർബൺ എത്രയാ? 12 ഉണ്ടോ? ഓർത്ത് നോക്കാം. ദെൻ ഇതൊക്കെ പ്ലസ് ആണ് കേട്ടോ. ഇൻറ്റു ഓക്സിജൻ എത്രയാ? 16 × 3. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാവും? 16 × 3 എന്ന് പറയുമ്പോൾ എത്രയാ? 48. 48 + 12 എന്ന് പറഞ്ഞാൽ എത്രയാ? 60. 60 + 40 എത്രയാ? 100. ഗുഡ് കേട്ടോ. അപ്പൊ 100. മോളിക്യുലർ മാസ് 100 ആണ്. അപ്പൊ എത്ര കിട്ടി മോൾ? 250/100 എത്രയായി? 2.5 ഉണ്ടോ? 2.5 മോൾ. ഇപ്പൊ 2.5 മോളാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്ത് നോക്കും, മോള് കണ്ടത് 2.5 മോൾ. 2.5 മോൾ. അപ്പൊ മാസൊക്കെ ചിലതിന്റെ ഒക്കെ ഒന്ന് പഠിച്ചു നോക്കാം അല്ലെ. ഏറ്റവും കൂടുതൽ വരുന്ന സോഡിയം ഒക്കെ മിക്കപ്പോഴും വരിക. അപ്പൊ സോഡിയം 23, ക്ലോറിൻ 35, ഹൈഡ്രജൻ 1 കേട്ടോ. ഹൈഡ്രജൻ 1 ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് അയക്കുമ്പോൾ ക്ലിക്ക് ആയിക്കോളും കേട്ടോ. നെക്സ്റ്റ് എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, തനിയെ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുതുമ്പോ അല്ലെ നോക്കി എത്ര കിട്ടുന്നു. കിട്ടിയാ? വെരി ഗുഡ്. 4 കിട്ടി അല്ലേ? അവിടെ കിട്ടി. കിട്ടിയാ? 4 എത്ര പേർക്ക് കിട്ടി? കിട്ടി. വെരി ഗുഡ് കേട്ടോ. അപ്പോ മോളിന്റെ അതേ ഇക്വേഷൻ ഒക്കെ എഴുതി. മോൾ അല്ലെ, മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലർ മാസ്. റിപ്പീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ എടുത്ത് എഴുതണം അല്ലെ. മാസ് എത്രയായിരുന്നു? 72. ദെൻ ഹൈഡ്രജൻ H2 ആണ്. H2 എന്ന് പറയുമ്പോ ആണ് ഹൈഡ്രജൻ 1 ആണ്. 1 × 2, 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പൊ 16 അങ്ങനെ വരുമ്പോഴാണ് 18 വരിക. അപ്പൊ ഇവിടെ 18 ഇടും. 18 ഇതിൽ കട്ട് ചെയ്യുമ്പോൾ 4 ഉണ്ടോ. അപ്പൊ 4 മോൾ. യൂണിറ്റ് എഴുതുമ്പോൾ MOL എന്ന് എഴുതും. MOL ആണ് മോൾ. മോൾ എന്ന് വിളിക്കുന്ന MOL. അതിന്റെ യൂണിറ്റ് പറയുമ്പോൾ എന്ത് എഴുതും? മോൾ. നമ്മൾ മീറ്ററിന് M എന്ന് കൊടുക്കൂലേ, അതുപോലെ ഈ മോളിനെ യൂണിറ്റ് ആക്കി എഴുതുമ്പോൾ MOL കേട്ടോ. അപ്പൊ ചില ആൾക്കാർക്ക് ഡൗട്ട് വരും, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് പണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ സാറ് ഇടക്ക് എന്നെ പഠിപ്പിച്ച സാറ് എഴുതുമ്പോൾ ഈ മനുഷ്യൻ ഇടക്ക് MOL എന്ന് എഴുതും, ഇടക്ക് MOL എന്ന് എഴുതും. ഞാൻ എന്ത് വിശ്വസിക്കും? അങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ്. നിങ്ങൾക്കൊക്കെ അറിയാം, നല്ല കുട്ടികളാണ് അറിയാം. പക്ഷെ ഞാനൊന്ന് പറഞ്ഞാണ്, അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് വരരുത്. 4 MOL കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് അവിടെ തന്നിരിക്കുന്ന ഓൾറെഡി നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. കണ്ടോ? മോൾ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ പഠിപ്പിച്ചേക്കുന്നത് കണ്ടോ. ഇതിൽ ഈ 4 ഇക്വേഷന്റെ റിലേഷനിൽ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ മോളിൽ വരില്ല. അതാണ് ആദ്യം. അതാണ് ഈ ഒരൊറ്റ പേജിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് പിക്ചർ പോലെ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മോളാണെങ്കിൽ ഇതാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്തോ. ഇനി വോളിയം തരും, എന്നിട്ട് അവര് മാസ് ചോദിക്കും. അതൊക്കെയാണ് ഭംഗി. ഇനി മാസ് വന്നിട്ട് അവര് നമ്പർ ഓഫ് പാർട്ടികൾ ചോദിക്കും. അപ്പൊ ഈ 2 ഇക്വേഷൻ ഈക്വൽ ആക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഇതെല്ലാം ഈക്വലാ കണ്ടോ. അങ്ങനെ ഈക്വൽ ആക്കിയത് അവിടെ നിന്നാണ് ഗെയിം കേട്ടോ. ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അതിൽ 1 മോൾ ഉണ്ടാവും കേട്ടോ. ഗ്രാം മോളിക്കുലർ മാസ്. അപ്പൊ ഏതെങ്കിലും മോളിക്യൂളിന്റെ മാസിനെ നമ്മൾ ഗ്രാമിൽ പറഞ്ഞാൽ അതിൽ എത്രയായിരിക്കും? 1 മോൾ. അപ്പൊ C12H22O11 അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 342. ആ 342 ഗ്രാം ഷുഗർ അല്ലെ എടുത്തു കഴിഞ്ഞാൽ അത് 1 മോൾ പഞ്ചസാര. അപ്പൊ 1 മോൾ ഷുഗർ വേണം. അപ്പൊ ഞാൻ 342 ഗ്രാം എടുത്തു വെക്കും. 1 മോൾ. ദാറ്റ്സ് ഓൾ. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GMM കേട്ടോ. GMM 1 മോൾ എന്ത് കിട്ടാനും GMM പറഞ്ഞാൽ മതി. ബാക്കി എല്ലാവരും നമ്മൾ ഈ മാത്സിൽ കണക്ട് ചെയ്ത് വരും കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? കിട്ടിയോ ആർക്കെങ്കിലും? എത്ര കിട്ടി? 10 അല്ലെ. എത്ര പേർക്ക് കിട്ടി? 10. കുറച്ച് പേർക്ക് കിട്ടി അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? മോൾ ഈക്വൽ ടു ഇത് ഇത്രയും ചെയ്തതല്ലേ, വാച്ച് കളഞ്ഞോട്ടെ.
മോൾ ഈക്വൽ ടു 6.022 into 10⁻24 ആണ് അവിടെ ഓൾറെഡി തന്നേക്കുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ കണ്ടോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തേക്കുന്നത് ഡിവൈഡഡ് ബൈ 6.022 into 10⁻23 കണ്ടോ അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഇതും ക്യാൻസൽ ആയി പോയി ദെൻ അല്ലേ ഇതിവിടെ ക്യാൻസൽ ആകുമ്പോൾ എന്ത് വരും അല്ലേ 10⁻1 23 അറിയാമല്ലോ a raised to m divided by a raised to n is equal to a raised to m minus n പണ്ട് പഠിച്ചിട്ടില്ലേ മിസ് സ്കൂളിൽ a raised to m divided by a raised to n മാത്സിൽ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചത് a raised to m minus n അല്ലേ അപ്പൊ എങ്ങനെയായിരിക്കും 10⁻24 divided by 10⁻23 is equal to എന്തോരം 10⁻24 minus 23 ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ ഓർത്ത് നോക്കാം 10⁻1 10⁻1 എന്ന് പറഞ്ഞാൽ 10 ദാറ്റ്സ് ഓൾ അപ്പൊ ആൻസർ എത്രയായിരിക്കും 10 ആണ് മോൾ ആയിട്ട് വരുന്നത് കേട്ടോ ഓർത്ത് നോക്കാം 10 മോൾ ആണ് വരുന്നത് ദെൻ ഫോർത്തിന്റെ ആർക്കെങ്കിലും കിട്ടുക എത്രയാ 200 മോൾ കിട്ടിയോ കേട്ടോ 200 മോൾ more. Number of particle divided by ഇതിന്റെ ആൻസർ 10 ആണ് കേട്ടോ ഇതിന്റെ ആൻസർ 10 അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നേക്കുന്നത് ഇത്രയും നമ്പർ ആണ് അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പേഴ്സ് അപ്പോ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യും 6.022 into 10⁻23 സോ ഇതും 2 ടൈം ആണ് ക്യാൻസൽ പോവാ ഇനി 10⁻25 10⁻23 സബ്സ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും 10⁻2 സോ എന്ത് വരും 2 into 10⁻2 10⁻2 എന്ന് പറഞ്ഞാൽ 100 ആണ് സോ എന്ത് വരും 200 മോൾ കേട്ടോ MOL 200 മോൾ അപ്പോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതിന്റെ കോംപ്ലക്സിറ്റിയിലേക്ക് പോകും ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ അധികം ഒന്നുമില്ല പക്ഷെ അടുത്ത ചാപ്റ്ററിൽ ഒക്കെ മോളിന്റെ ക്വസ്റ്റൻ ഉണ്ടാവും ഇനി +2ലും മോളിന്റെ പല രീതിയിലുള്ള ക്വസ്റ്റൻസ് വരുമ്പൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടണം അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ക്വസ്റ്റൻസ് നമുക്കൊന്ന് ചെയ്യാനുണ്ട് കേട്ടോ കുറച്ചും കൂടി ക്വസ്റ്റൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ആദ്യത്തെ ക്വസ്റ്റൻ ചെയ്യണം ആദ്യത്തെ ക്വസ്റ്റൻ വന്നേക്കുന്നത് മോളിൽ നിന്ന് ഇവിടെ നിന്നാണ് വരുന്നത് അത് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ പഠിപ്പിക്കും പ്രോട്ടോൺ പഠിപ്പിക്കും അതിലേക്ക് വരും കേട്ടോ ഓർത്ത് വെക്കാം ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതും ഇതൊക്കെ തമ്മിൽ അങ്ങോട്ട് ക്രോസ് റിലേറ്റ് ചെയ്യും ഇതിപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ ട്രിക്ക് നോക്കിയേ ഇവിടുന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചേക്കുന്നു ഇവിടുന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചേക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതിലേക്കും ഒക്കെ കണക്ഷൻസ് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെക്കും ഓരോ ക്വസ്റ്റ്യനും ഇത്തിരി ഡിഫറെന്റ് ആക്കി ഇടാം എന്നിട്ട് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആവണം കേട്ടോ ഓർത്ത് നോക്കും സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാണെന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് അങ്ങ് പറഞ്ഞിട്ടൊക്കെ പോകും പക്ഷേ ഇത് നിങ്ങൾക്ക് തെറ്റാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല അതിന്റെ വ്യൂ കിട്ടാൻ വരില്ല +2ലൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും അതുകൊണ്ടാണ് ആക്ച്വലി പറയുന്നത് കേട്ടോ ഓർത്ത് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചോ (6.022 into 10⁻24 number of carbon dioxide find the mass of carbon dioxide question find the mass of carbon dioxide find the mass of carbon dioxide find the mass of carbon dioxide നിങ്ങളുടെ വ്യൂവിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരിട്ട് കൊണ്ടുവരാം ഏത് രീതിയിൽ ചെയ്താലും കിട്ടും അപ്പോൾ ഇവിടെ നമ്പർ ആണ് തരുന്നത് അപ്പോൾ എന്ത് കിട്ടിയാലും നിങ്ങൾ ആദ്യം ഇതിൽ മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം ദെൻ മോളും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ രണ്ട് സ്റ്റെപ്പിൽ ചെയ്യാം ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം രണ്ട് രീതിയിൽ കാണിച്ചു തരാം കേട്ടോ ഓർത്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് എന്താ തന്നേക്കുന്നത് നമ്പർ ആണ് അങ്ങനെയാണെങ്കിൽ മോൾ ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യും 6.022 into 10⁻24
ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. നേരത്തെ അതേ ചെയ്ത അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണ്. കട്ടായി പോയി. എത്ര കിട്ടി? 10 മോൾ. ഇപ്പൊ ഇവിടെ എനിക്ക് ഈ മിഡിൽ ഏരിയ കിട്ടി. എന്താ 10 മോൾ. ഇനി നിങ്ങൾക്ക് എനിക്ക് വേണ്ടത് മാസ് ആണ്. സോ എന്തായിരിക്കും അടുത്ത ഇക്വേഷൻ? മോൾ ഈക്വൽ ടു എന്തായിരുന്നു? മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. മോൾ ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ദെൻ മോളിക്കുലർ മാസ് എത്രയാ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാ CO2 നേരത്തെ പറഞ്ഞല്ലേ എത്രയാ? 44. ഡൗട്ട് ഇല്ലല്ലോ, അത് ഞാൻ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചാൽ മതി. കാർബൺ 12, ഓക്സിജൻ എത്രയാ? 16 × 12. അപ്പൊ ഞാൻ എന്തേ നോക്കിയേ, നെക്സ്റ്റ് സ്റ്റെപ്പില് മോൾ എത്രയാ ഇവിടെ കിട്ടിയേക്കുന്നത്? ഓൾറെഡി 10 മോൾ ആണ്. അപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 10 ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ CO2 ന്റെ മാസ് 44. So therefore mass equal to 44 into 10 gram. കിട്ടുന്ന ഗ്രാം ആണ്. അപ്പൊ 440 gram CO2. ഇതാണ് 44 എന്ന് പറഞ്ഞാൽ CO2 ന്റെ മാസ് കേട്ടോ. മോളിക്കുലർ മാസ് ഇല്ലേ CO2. ഇത് കണ്ടോ? ഫൈൻഡ് ദ മാസ് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് CO2. CO2 എന്ന് പറഞ്ഞാൽ ചോദിച്ചേക്കണം കേട്ടോ. CO2 എന്ന് പറയുമ്പോൾ 12 പ്ലസ് 16 × 2 ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ എത്ര വരും? 44 ഉണ്ടോ? ഓർത്ത് നോക്കാം. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി കോൺഫിഡന്റ് ആണെങ്കിൽ ഈ ഇക്വേഷനും നേരിട്ട് കണക്ട് ചെയ്യാം. എൻട്രൻസിനൊക്കെ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യില്ല. മൈൻഡ് വെച്ചിട്ട് ഈ പിക്ചർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. ഫാസ്റ്റ് ആവും. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഈ പിക്ചർ വെച്ച് പഠിക്കും. പിക്ചർ ഇങ്ങനെ മനസ്സിൽ കിടക്കണ്ടാവും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഞാൻ ഇങ്ങനെ അറിയാതെ ഫില്ല് ചെയ്യും. നമ്മളിങ്ങനെ പസിൽസ് ഫില്ല് ചെയ്യണ പോലെയാ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആൾ എന്റെ അടുത്ത് പറയുമ്പോൾ തന്നെ ആ നമ്പർ ഞാൻ ഈ പിക്ചറിലേക്കാണ് എന്റെ മൈൻഡ് കൊണ്ടുപോകുന്നത്. ഈ പിക്ചറിൽ ഞാൻ എന്ത് ചെയ്യും? നമ്പർ ഇട്ട് കളയും. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇത്ര സ്റ്റെപ്പ് എഴുതിയോ കേട്ടോ? എല്ലാവരും എഴുതി വെക്കും. എഴുതിയോ? ഓക്കെ. ഇത് നമ്മൾ എൻട്രൻസിൽ ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ വ്യൂ ചെയ്യണം. കാരണം ഇത് നിങ്ങൾ 9th ബേസ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും തട്ടിക്കളയും. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി ഇതിലുള്ള പ്രോട്ടോണിന്റെ നമ്പർ കണ്ടെത്തണം, ഇതിലുള്ള ഇലക്ട്രോണിന്റെ മാസ് കണ്ടെത്തണം. അങ്ങനെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വരുന്നുണ്ട്. അപ്പൊ അത് കണ്ടെത്തണമെങ്കിൽ അത്രയും വ്യൂയിലേക്ക് വരണം പതുക്കനെ കേട്ടോ. അപ്പൊ അത് സ്കൂളിൽ ചിലപ്പോൾ എടുക്കില്ല. അങ്ങ് എന്ത് ചെയ്യും? 9th പഠിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞു പോകും. പക്ഷെ ഈ ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? പിന്നെ മൊളാലിറ്റി അതൊക്കെ എടുക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പൊ ഏകദേശം ഒരു ഐഡിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്ര എഴുതിയോ എല്ലാവരും? ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി പെട്ടെന്ന് ചെയ്യുമ്പോൾ എന്റെ മൈൻഡ് കൊണ്ടുവരുന്നത് ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ്, ഇത് മാസ് ആണ്, മോളിക്കുലർ മാസ് ആണ്. ഞാൻ ഇടുന്ന നോക്കിക്കോ കേട്ടോ. മാസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് 44 ഈക്വൽ ടു ഇത് കണ്ടോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇവിടെ തന്നിട്ടുണ്ട് 6.022 into 10⁻²⁴ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23. കണ്ടോ? ഓർത്ത് നോക്കാം. ഇതും തമ്മിൽ കണക്ട് ചെയ്തു. സോ മാസ് ഈസ് ഈക്വൽ ടു ഇത് കട്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. 44 ഇപ്പുറത്തേക്ക് പോകും. ഒറ്റ സ്റ്റെപ്പ് ആൻസർ കിട്ടി. അപ്പൊ ഇതും തമ്മിൽ റിലേറ്റ് ചെയ്യാം, ഇതും റിലേറ്റ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇതും റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് അടുത്തായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റൻസ് ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് എവിടെയാണ് എന്ത് വന്നാലും ഇതിലേക്ക് കിടക്കുള്ളൂ, ഇതിന് മുകളിലേക്ക് പോകില്ല എന്ന് ഓർത്ത് നോക്കുക. മൈൻഡ് കൂളായിട്ട് ഈ ജംഗ്ഷൻ ആണ് ആക്ച്വലി വരാം കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ ഒരു സിറ്റിയിൽ എത്തിയിട്ട് വഴി തെറ്റിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എറണാകുളത്താണ്, നിങ്ങൾക്ക് പുതിയൊരു ആളാണ്, നിങ്ങൾക്ക് വഴി തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മെയിൻ റോഡുകളിലേക്ക് എത്താൻ നോക്കും അല്ലെ. നമ്മൾ ഓൾറെഡി ഒരു പോക്കറ്റ് റോഡിലാണ് നിൽക്കുന്നതെങ്കിൽ MG റോഡ് എവിടെ? അവിടുത്തെ ഫേമസ് റോഡാണ്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ഒരാളുടെ അടുത്ത് വിളിച്ച് പറയാൻ പറ്റും. ഇപ്പൊ കടവന്ത്ര നിങ്ങൾ പെട്ടെന്ന് ഒരു മൈന്യൂട്ട് റോഡിലേക്ക് പോയി അതിന്റെ മെയിൻ റോഡിലേക്ക് എത്താം. അതേ ഗെയിം തന്നെയാണ് ഇവിടെ, മുകളിലേക്ക് എത്തിയാൽ മതി. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്ക് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് ഇതിലേക്ക് വന്നാലും എന്ത് കണ്ടെത്താൻ നോക്കണം? മോൾ കണ്ടെത്താം. പിന്നെ ഏത് വഴിയിലേക്കും പോവാം. ജംഗ്ഷൻ ആണ് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. അപ്പൊ ആ ഒരു വ്യൂ ഉണ്ടായാൽ മതി കേട്ടോ. ഓർത്തോട്ടോ. അപ്പൊ അതൊക്കെ ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44.8 liter of methane gas. 44.8 liter of methane gas. Find the number of methane gas. Find the number of methane gas, comma, find the total number of atom. Find the total number of atom.
ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം. ആണ് ക്വസ്റ്റ്യൻ കേട്ടോ, നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം. എങ്ങനെ വരും? ഇവിടെ ഓർത്ത് നോക്കുക, ഗ്യാസ് ആണ്. ഗ്യാസിന്റെ വോളിയം തന്നാൽ ഏത് ഇക്വേഷനാണ് വരിക? ഉണ്ടോ ഇത്. പിന്നെ ഇവിടെ എന്തായിരുന്നു? നമ്പർ ആണ്. ഉണ്ടോ ഓർത്ത് നോക്കുക. ഒന്നല്ലെങ്കിൽ മുകളിലേക്ക് വന്നിട്ട് ആ ജംഗ്ഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഇക്വേഷനെ ഒന്ന് കണക്ട് ചെയ്താൽ എന്തായിരിക്കും വരുന്നത്? വോളിയം അല്ലെ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലെ, പാർട്ടിക്കിൾ divided by Avogadro number 6.022 into 10 raised to 23. ഇത് എഴുതും നിങ്ങൾ. ഇനി വോളിയം എത്രയാണ് തന്നേക്കുന്നത്? എത്രയായിരിക്കും? 44.8. ഞാൻ കേട്ടോ, നിങ്ങൾ എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ 44.8 ഇട്ടു. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഓഫ് എന്താണ് ചോദിച്ചേക്കുന്നത്? ആ പാർട്ടിക്കിളിന് പകരം എന്താക്കണം? മോളിക്യൂൾ. നമ്പർ ഓഫ് പാർട്ടിക്കിളിന് പകരം എന്ത് എഴുതണം? അത് മോളിക്യൂൾ. മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ, ആറ്റം ആണെങ്കിൽ ആറ്റം. നമ്പർ ഓഫ് മോളിക്യൂൾ, നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് മീഥേൻ. മീഥേൻ എന്ന് പറഞ്ഞാൽ CH4 ആണ്. അറിയില്ലാത്ത ആൾക്കാർ ഒന്ന് ഓർത്ത് നോക്കാം. മീഥേൻ ഗ്യാസ് അല്ലെ, മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, അതിൽ മീഥേൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇത് എങ്ങനെയായിരിക്കും ആൻസർ കിട്ടുക? എത്ര കിട്ടിയെന്ന് പറഞ്ഞേ. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര ടൈം പോവും? 2. അപ്പൊ എന്തായിരിക്കും? എത്ര കിട്ടി? 2 into 6.022 into 10 raised to 23 എന്ന് പറഞ്ഞാൽ എത്രയാ? 12.044 into 10 raised to 23 ആണ് എന്താ? നമ്പർ ഓഫ് അല്ലെ, മോളിക്യൂൾ ഓഫ് CH4. നെക്സ്റ്റ് ഗെയിം അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം. CH4 എത്ര ആറ്റം ഉണ്ട്? CH4 കണ്ടെയ്നിങ് നമ്പർ ഓഫ് ആറ്റം. ഒരു CH4 പൗച്ച് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ആരെങ്കിലും പൗച്ച്? ആ പൗച്ച്, ഈ പൗച്ച് ഇതാണ് മീഥേൻ. ഇമാജിൻ ചെയ്യുക, ഈ പൗച്ച് മീഥേനായിട്ട് കേട്ടോ. ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും വന്ന സമയത്ത് ഒരു ഒരു മെറ്റീരിയൽ ഫാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു മീഥേനായിട്ട് ഇമാജിൻ ചെയ്യാം. മീഥേൻ ഇതിനകത്ത് എത്ര പെന്നുണ്ട്? 2 പെന്നുണ്ട് അല്ലെ, ഓർത്ത് നോക്കുക. ഈ പെൻ ആറ്റം ആണ്. അപ്പോൾ ഈ മീഥേനകത്ത് എത്രയുണ്ട്? 2 പെൻ. അതാണ് ആറ്റം. ആകെ 2 ഉള്ളൂ എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ മീഥേൻ 10 ഉണ്ട്. നമ്പർ ഓഫ് പെൻ എത്രയായിരിക്കും? ഇതുപോലത്തെ 10 പൗച്ച് ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. 10 പൗച്ച് ഉണ്ട്. ഒരു പൗച്ചിൽ എത്രയുണ്ട്? അപ്പോൾ 2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെൻ എത്രയായിരിക്കും? 20. കിട്ടിയോ? എങ്ങനെ കിട്ടിയ? 20 അല്ലേ, 2 into 10. അതേ ഗെയിം തന്നെയാണ്. നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് മീഥേൻ എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പർ ഇത്രയും കിട്ടി കണ്ടോ, ഓർത്ത് നോക്കാം. ഇനി 1 മീഥേൻ എന്ന് പറഞ്ഞാൽ പൗച്ച് ഉണ്ടോ, ഒരു 1 മീഥേൻ ഈക്വൽ ടു എത്ര ആറ്റം ഉണ്ട്? ഒരു കാർബൺ അല്ലെ. 1 കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. അപ്പൊ ടോട്ടൽ എത്ര വരും? 1 + 4. 1 + 4 എത്രയായിരിക്കും? 5. അപ്പൊ 1 കാർബൺ 4 ഹൈഡ്രജൻ. അപ്പൊ ടോട്ടൽ നമ്പർ എത്രയാവും? 5 ആറ്റം ഉണ്ടോ, 5 ആറ്റം. ഒരു പൗച്ചിനകത്ത് എത്ര പെന്നുണ്ടായി? അതുപോലെ ഉണ്ടോ, 5 ആറ്റം. അപ്പൊ 1 മീഥേൻ 5 ആറ്റം. അപ്പൊ 10 മീഥേൻ ആണെങ്കിൽ എത്ര ആറ്റം ആയിരിക്കും? 5 into 10 അല്ലെ. 100 ആണെങ്കിൽ into 100. സോ ഇത് into 5 വരും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഈക്വൽ ടു നേരത്തെ എഴുതിയ നമ്പർ 5 into this number, 5 into 12.044 into 10 raised to 23. ഇത് ഈ ലെവൽ 9th ആണ്. ഈ ലെവൽ വരെ എത്രയാണ്? 9th ആണ് ആക്ച്വലി. ഇനിയുള്ള ലെവലാണ് 12th. അത് അടുത്ത ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിൽ മോർ കൺസെപ്റ്റ് ഒന്നും പഠിപ്പിക്കത്തില്ല, അതിലൊന്നും പറയില്ല, ഒരു സ്ഥലത്തും പറയില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെയാണ്
കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം പണ്ട് പഠിച്ചേക്കുന്നതൊക്കെ ബേസ് ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസും നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരും. അപ്പൊ നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ആവും. ബേസ് പഠിച്ച് പതുക്കെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആവും. സ്ട്രക്ചർ ഓഫ് ആറ്റം കേട്ടോ 69 അതിൽ ഫസ്റ്റ് ക്വസ്റ്റൻ ഒന്ന് വായിക്കും. ഫസ്റ്റ് ക്വസ്റ്റൻ അല്ല, സോറി, അത് അതിന്റെ വെയിറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. സെക്കൻഡ് ക്വസ്റ്റൻ ഒന്ന് വായിച്ചേ. കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. എങ്ങനെയായിരിക്കും 1 mole ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ? 1 mole എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6.0022 × 10⁻23. കുഴപ്പമില്ല. ആ ക്വസ്റ്റൻ ഒന്ന് എടുത്തെഴുതുക, എന്നിട്ട് അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് എടുത്തെഴുതി ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. 2.1 സെക്കൻഡ് ക്വസ്റ്റൻ. കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. 1 mole ഓഫ് ഇലക്ട്രോൺ. ആൻസർ എഴുതാം. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം. ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. 1 mole ഓഫ് ഇലക്ട്രോൺ. അപ്പൊ അതിന് ആൻസർ അറിയണമെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് അറിയണം. ഇലക്ട്രോണിന്റെ മാസ് അല്ലെ, ഓർത്ത് നോക്കാം. അറിയോ ഇലക്ട്രോണിന്റെ മാസ്? അവർക്ക് എടുത്താണ് 1.6 ചാർജ് വരുന്നത്. ഇലക്ട്രോൺ മാസ് എത്രയായിരിക്കും? പറഞ്ഞാൽ 31 പറഞ്ഞു അല്ലെ. എത്ര ഇൻറ്റു 10⁻31 ആണ്, -31 കേട്ടോ. ഓർത്ത് നോക്കാം. റൈറ്റ് ആണ്. എത്രയാ? ഒന്ന് എഴുതി വെച്ചോ. മാസ് ഓഫ് 1 ഇലക്ട്രോൺ ഈക്വൽ ടു mass of 1 electron equal to 9.1 into 10⁻31 kilogram. 10⁻31 kilogram. അപ്പോ ഒരു ഇലക്ട്രോണിന്റെ മാസ് ആണ് ഇത്രയും. അങ്ങനെയാണ് 10 ആണെങ്കിൽ ഇൻറ്റു 10 അല്ലെ. 1 mole എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 അല്ലെ. 1 ഡസൻ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 into this number. അപ്പൊ അതുപോലെ നെക്സ്റ്റ് ലൈനിൽ ആൻസർ എഴുതി വെച്ചു. മാസ് ഓഫ് 1 mole of electron, mass of 1 mole of electron equal to എന്ത് വരും? 6.022 into 10⁻23 into എത്രയാ ഇലക്ട്രോണിന്റെ മാസ്? 9.1 into 10⁻31. കേട്ടോ, അത് വീട്ടിൽ പോയിട്ട് ചെയ്യണം കേട്ടോ. സ്പേസ് വിട്ടേക്കാം. ഓക്കെ, മാക്സ് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ. അത് നമ്മളിപ്പോ ചെയ്തതാണ് വേറെ രീതിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇന്ന് കിട്ടണ്ടോ നോക്കിയേ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ 1 mole ഓഫ് മീഥെയിൻ. നമ്മൾ 2 mole ഓഫ് മീഥെയിൻ എത്തി അല്ലേ? ഓർത്ത് നോക്കാം. 2 mole ഓഫ് മീഥെയിൻ എത്തി. ഇത് 2 mole 5 ആറ്റം ഉണ്ടായിരുന്നു. ഇത് എത്രയാ? 2 mole അല്ലേ? ഓർത്ത് നോക്കാം. അത് എത്തി. പക്ഷെ അതുപോലെ തന്നെ കണ്ടെത്തുന്ന ഒരു ക്വസ്റ്റൻ ആണ് ആക്ച്വലി. ഒന്ന് എഴുതിയോ. ആ ക്വസ്റ്റനെ കൂടി എഴുതി വെച്ചു കേട്ടോ. ആ ക്വസ്റ്റൻ എഴുതി വെച്ചോ. റിപ്പീറ്റ് ചെയ്യാം. 2.2 ഫസ്റ്റ് ക്വസ്റ്റൻ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് electrons present in 1 mole of methane. 1 mole of methane. Calculate the total number of electron present in 1 mole of methane. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടോട്ടൽ നമ്പർ ഇത് കാണാൻ പറ്റണം. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇതാണ് വേണ്ടത്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് 1 mole. 1 mole എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 1 ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരുന്നത് അല്ലെ? ഇക്വേഷൻ എന്തായിരിക്കും? One mole equal to 1 mole of methane. Methane എന്ന് പറഞ്ഞാൽ CH4 ആണ്. ഈക്വൽ ടു നമുക്കറിയാം ഇത് 1 ആണ്, ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ്. സോ എന്ത് വരും? 1 into അവഗാഡ്രോ നമ്പർ അല്ലെ? ഓർത്ത് നോക്കാം. 1 mole എന്ന് പറഞ്ഞാൽ മോൾ ഇതല്ലേ. 2 mole എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് into 2 അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ 1 mole of methane is equal to എത്ര വരും? 6.022 into 10⁻23. 1 mole എന്ന് പറഞ്ഞാൽ ഈ നമ്പറാണ്. 3 mole എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? into 3. But 1 mole of CH4 is equal to this number of methane ആണ്. Number of methane. Number of CH4.
ഇനി എഴുതുന്നത് 1CH4 contain ഇലക്ട്രോൺ. ഇലക്ട്രോൺ എങ്ങനെയാ നോക്കുന്നത്? ഇലക്ട്രോൺ ഒരു ആറ്റത്തിനകത്ത് ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? What do you mean atomic number? Number of proton or number of electron. ഇനി ന്യൂട്രൽ ആറ്റം, ന്യൂട്രലിനാണ് അത് പറ്റുള്ളൂ അല്ലെ? നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഓറാണ് ഇലക്ട്രോണിന്റെ ന്യൂട്രൽ ആറ്റം. അപ്പോ CH4 കാർബൺ ആണ്. കാർബണിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? CH4 അല്ലേ? CH4 ആണ്. ഒരു കാർബൺ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? കാർബണിന്റെ ആറ്റമിക് നമ്പർ 6 ആണ്. അപ്പൊ 6 ഇലക്ട്രോൺ ഉണ്ടാവില്ലേ? 6 പ്രോട്ടോൺ ഉണ്ടാവും അല്ലേ? ഓർത്തു വെക്കാം. അപ്പൊ കാർബണിന്റെ ആറ്റമിക് നമ്പർ ഒന്ന് ഓർത്തു വെക്കുക, അത്രയും ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ ഒരു കാർബണിന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 6 ഇലക്ട്രോൺ. അപ്പൊ 1CH4 എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കാം. ഇവിടെ 6 ഇലക്ട്രോൺ. ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഒരു ഹൈഡ്രജൻ 1 ഇൻറ്റു എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഉണ്ടോ? അപ്പൊ എത്ര വരും? 4 ഇലക്ട്രോൺ ഉണ്ടോ? ഓർത്തോ യിലക്ട്രോണിന്റെ ചാർജ് ഇങ്ങനെ നെഗറ്റീവ് എന്ന് എഴുതിയുള്ളൂ, ഇലക്ട്രോൺ എന്ന് എഴുതിയാലും മതി. അപ്പൊ ടോട്ടൽ എത്രയായി? 10 അല്ലെ? അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 10 ഇലക്ട്രോൺ. അപ്പൊ 1CH4 containing 10 ഇലക്ട്രോൺ. അഗ്രിയായിട്ട് 3 ആണെങ്കിൽ എത്രയായിരിക്കും? 10 into 3 30 ആവും അല്ലെ? ഓർത്തോ ഇവിടെ എത്രയുണ്ട്? ഓൾറെഡി ഇത്രയും നമ്പേഴ്സ് ഉണ്ട് ആക്ച്വലി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ this into 10 ഉണ്ടോ? ഓർത്ത് നോക്കാം. 1 ഉണ്ടോ? 1CH4 10 ഉണ്ട്, ശരിയല്ലേ? അപ്പൊ 2CH4 ആണെങ്കിൽ 10 into 2 വരും. ഇവിടെ ഓൾറെഡി എത്ര CH4 ഉണ്ട്? ദിസ് നമ്പർ CH4 ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു എത്ര വരും? 6.022 into 10 raised to 23 into 10. അപ്പൊ എത്ര വരും? 10 raised to 24 അത്ര വരെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ മോൾ കൺസെപ്റ്റ് പഠിപ്പിച്ചു, അവിടെ പഠിപ്പിച്ചു, അത് കഴിയുമ്പോൾ അത് അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ അതിക്കനെ നിങ്ങൾ ഇതിലേക്ക് ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു ഫിഗറിലേക്ക് കൊണ്ടുവന്നിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഈ ഒരു ഫിഗറിലേക്ക് കൊണ്ടുവന്നിട്ട് പതുക്കനെ സോൾവ് ചെയ്യാം. ഈ ചാപ്റ്റർ ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കും കൂടി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല, അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചു കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം 1.2 എന്ന് പറയുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് പ്രോബ്ലം 1.2. എക്സസൈസിലല്ല, വിത്തിൻ ആൻസർ ആയിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 19 ആണ്. 19 ആൻസർ ഉള്ളതാണ്. പക്ഷെ അതിന്റെ ക്വസ്റ്റ്യനും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ടേബിൾ ഒക്കെ എഴുതിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഈസി മെത്തേഡ് ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് എഴുതി വെച്ചു. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ ആ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും എടുത്ത് എഴുതണം കേട്ടോ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ a compound contain 4.07% hydrogen. 4.07% hydrogen, comma 4.07% hydrogen, comma 24.27% carbon. 24.27% carbon and 71.65% chlorine. Chlorine. Full stop. Its molar mass is
its molar mass, molecular mass na molar mass, its molar mass is 98.9796 gram. 98.96 gram, full stop. What are its empirical 98.96 gram? What are its empirical and molecular formula? What are its empirical and molecular formula? What are its empirical and molecular formula? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മളൊരു ടേബിൾ ആക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റെപ്പ് ആയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ടേബിൾ ആക്കി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഇവിടെ തരുന്ന ഫാക്ട് ആണ് എഴുതുന്നത്. ഇതെന്തായിരുന്നു ആദ്യത്തെ കോളം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ എലമെന്റ് ഉണ്ടോ, ഓർത്തു. എലമെന്റ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്ന എലമെന്റ്. ഇത് എലമെന്റ് ഓർ ആറ്റം, ആറ്റം ഓർ എലമെന്റ് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി വെക്കാം. ആറ്റം എന്ന് എഴുതാം, അല്ലെങ്കിൽ എലമെന്റ് എന്ന്. ഇവിടെ നമ്മൾ മാസ് ആണ്, മാസ് പെർസെന്റേജ് അല്ലെങ്കിൽ മാസ് എന്ന് എഴുതി വെക്കാം. 100ലാണ് നമ്മൾ പെർസെന്റേജ് പറയുന്നത്, അതുകൊണ്ട് മാസ് എന്ന് എഴുതി വെക്കാം. മാസ്. നെക്സ്റ്റ് ഈ കോമ്പൗണ്ടുകളുടെയൊക്കെ ആറ്റമിക് മാസ് ആണ്, ആറ്റമിക് മാസ്. നെക്സ്റ്റ് മോൾ ആണ്, മോൾ, MOLE, മോൾ. ഇത് കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുലയാണ്. ആക്ച്വലി എംപിരിക്കൽ ഫോർമുല അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ. സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ. സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ. ഹൈഡ്രജൻ ആറ്റമിക് മാസ് എത്രയാ? 1. കാർബൺ എത്രയായിരുന്നു? മാസ് ഓഫ് കാർബൺ 12. ക്ലോറിൻ 35.5. 35.5 കേട്ടോ. നിങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ മാസൊക്കെ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം പഠിക്കാം. ക്ലോറിൻ 35. ക്ലോറിൻ അതൊന്നും പഠിക്കണം പറഞ്ഞു. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കിട്ടി തുടങ്ങും കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾ ക്ലോറിനും സോഡിയം ഹൈഡ്രജനും കാർബണും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പരിവോ. അപ്പോൾ 1 2 അതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക ഇടയ്ക്കൊക്കെ പോണ സമയത്ത് കേട്ടോ. ഓർത്ത് വെക്കുക. അങ്ങനെ ഒരു ഇടയ്ക്ക് ഇന്ന് വീട്ടിൽ പോയി ചായ കുടിച്ച് ഫുഡൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോറിൻ 35. നമ്മുടെ അടുത്ത് പറയാം പരിപാടി കേട്ടോ. അപ്പോൾ അവർ വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ശ്രദ്ധിക്കും. അല്ലാതെ ഇപ്പം ഇരുന്നിട്ട് അങ്ങനെ നോക്കിയിട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് കിട്ടിയാലേ കാര്യമുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് അറിയാം മോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോൾ മാസ് നമ്മൾ റിലേഷൻഷിപ്പ് മാസ് ഡിവൈഡഡ് ബൈ ആറ്റമിക് മാസ് ഉണ്ടോ. അപ്പൊ ഈ ടേബിൾ ഡിവൈഡ് ബൈ ഈ ടേബിൾ, അത്രയുള്ള പരിപാടി. അപ്പൊ നമുക്ക് ഇതേ കിട്ടുന്ന ഒരു ഏരിയ നോക്കി 4.07 ഡിവൈഡഡ് ബൈ 1 എത്ര കിട്ടും? ഇവിടെ എഴുതുമ്പോൾ ഈ 0 കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഐഡിയ മനസ്സിലാവും. ഇപ്പൊ 5.07 എത്ര എടുത്താൽ മതി? 5. 5.7 എന്തെടുക്കണം? അത് എടുക്കണം. 5.0 കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കഴിഞ്ഞ് എന്ത് വരുന്നതും ഈ ടേബിളിൽ എടുക്കണ്ട. അതേസമയത്ത് 5.2 എടുക്കണം, 1.2 എടുക്കണം, 1.5 എടുക്കണം, 1.3 ഒക്കെ എടുക്കണം. പക്ഷെ ഒരു 0 കഴിഞ്ഞിട്ട് ഡിജിറ്റ് വന്ന് എടുക്കണ്ട. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ആൻസർ എഴുതാം? 4. ഓർത്ത് നോക്കാം. കാരണം നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല, അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് റൗണ്ട് ഓഫ് ചെയ്യാൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ല, അവർ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് അവർ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ്. നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോർമലി നമ്മൾ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. 1 ഡിജിറ്റ് അല്ല കേട്ടോ, സെക്കൻഡ് ഡിജിറ്റ്. പോയിന്റ് കഴിഞ്ഞ് 0 വന്നാൽ മാത്രം അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. 4. നെക്സ്റ്റ് എന്തായിരിക്കും? 24.27 ഡിവൈഡഡ് ബൈ 12. നിങ്ങൾ ചെയ്ത് നോക്കിയേ. 24 എത്ര ടൈം പോകും? 2. അത് കഴിഞ്ഞൊരു 0 കഴിഞ്ഞിട്ട് ഈ 27ന്റെ വാല്യൂലേക്ക് എത്തുള്ളൂ. അങ്ങനെ ആവുമ്പോൾ എത്ര എടുത്താൽ മതി? 2 കേട്ടോ. 2. ഇനി നെക്സ്റ്റ് 71.65 ഡിവൈഡഡ് ബൈ 35.5. 35.5 into 2 ചെയ്താൽ എത്ര കിട്ടും? 71 കിട്ടും. അത് കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോഴും 0 കഴിഞ്ഞിട്ട് ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ് കിട്ടുക. അപ്പൊ എത്ര എടുത്താൽ മതി? 2. ഇനി സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടിയേക്കുന്ന മോളിലെ ഏറ്റവും സ്മോൾ നമ്പർ ഏതാണ്? ഇതിൽ ഏറ്റവും സ്മോൾ നമ്പർ ഏതാ? 2. അതുകൊണ്ട് ഇതിനെല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ വരിക? 4 ഡിവൈഡഡ് ബൈ 2 എത്രയായിരിക്കും? 2. എങ്കിലാണ് ആ സിംപ്ലസ്റ്റ് വോൾ നമ്പർ കിട്ടുള്ളൂ. 2 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 1. ദെൻ 2 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 1. ഇത്രയും വരെ നിങ്ങൾക്ക് ഫെമിലിയർ ആയി. ഇത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അത് റെഡിൽ ഇട്ടേക്കുന്നത്.
കാരണം ഇതുവരെയുള്ളത് എന്താ, മോളിന്റെ അത്രേ ഉള്ളൂ അല്ലെ, മോള് ഫൈൻഡ് ചെയ്യാം. അപ്പോ ഈ കിട്ടിയേക്കുന്ന ലാസ്റ്റ് കിട്ടുന്ന ഈ ബോൾ നമ്പർ റേഷ്യോ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഇൻ കേസ് ഇവിടെ നമുക്ക് കിട്ടുന്ന 1.5 ആണെന്ന് കരുതാം, അങ്ങനെയുള്ള അല്ലെങ്കിൽ 1.43 അങ്ങനെയൊക്കെ വന്നാൽ 1.5ലേക്ക് കൺവേർട്ട് ചെയ്യുക ആദ്യം. എന്നിട്ട് അതിനെ ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1.5നെ ഹോൾ നമ്പേഴ്സ് ആക്കാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാവും? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓൾ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യും? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് 1.5 ഒന്നെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ 2 × 2 അപ്പൊ എത്ര വരും? 4. ഇത് 1.5 × 2 എത്ര വരും? 3. ഇത് 1 × 2 എത്ര വരും? അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടി, എല്ലാം വോൾ നമ്പേഴ്സ് ആണ്, അതുകൊണ്ടാണ് കിട്ടി. ഈ സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ ആണ് എംപിരിക്കൽ ഫോർമുല. അപ്പൊ എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു എന്തായിരിക്കും? എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും വരുന്നതെന്ന് പറഞ്ഞേ? H2 അല്ലേ, C1. അപ്പൊ ആദ്യം കാർബൺ എഴുതാം, CH2Cl. ഇതാണ് എംപിരിക്കൽ ഫോർമുല. ഇവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ, C1H2 ക്ലോറിൻ 1 കേട്ടോ. കാർബൺ നമ്മൾ ഫസ്റ്റ് എഴുതും, നമ്മൾ മീഥേനൊക്കെ എഴുതുമ്പോൾ CH4 അങ്ങനെയല്ലേ എഴുതാറ്, അതുകൊണ്ടാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം, നേരെ തിരിച്ചെഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ എഴുതാൻ നോക്കാം, CH2. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോളിക്കുലർ ഫോർമുല അല്ലെ. നെക്സ്റ്റ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻടു N. ഈ N എന്താന്ന് ഓർമ്മയുണ്ടോ? ഗ്ലൂക്കോസും ചെയ്തപ്പോൾ നമ്മൾ കിട്ടിയില്ലേ, ഗ്ലൂക്കോസിന്റെ ഒരു നമ്പർ ഓഫ് അല്ലെ 6 കിട്ടിയില്ല, അതുപോലെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ, N. ഓർത്ത് നോക്കുക. അപ്പൊ N-ന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ടി വരും. N-ന്റെ ഇക്വേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഓർത്ത് നോക്കുക. N ഈക്വൽ ടു മോളിക്കുലർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. N ഈക്വൽ ടു, അപ്പൊ N സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തണം, മോളിക്കുലർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലർ ഫോർമുല മാസ് അവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ, ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 98.96 ഗ്രാം ആണ്. എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറഞ്ഞ ഈ മാസ് ആണ്, ഇതിന്റെ മാസ് എടുക്കണം. CH2Cl എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? കാർബൺ എത്രയാ? 12. ഇതുണ്ടോ, കാർബൺ 12. ഇവിടെ ഇത് എത്ര എഴുതും? 2. ഡൗട്ട് ഉണ്ടോ? ഹൈഡ്രജൻ 1 × 2 ഉണ്ടോ? ഓർത്ത് നോക്കാം, 1 × 2 അപ്പൊ 2 പ്ലസ് ക്ലോറിൻ 35.5 എത്ര കിട്ടും? 35.5 എത്ര കിട്ടും? 49.5. 98.96 ഡിവൈഡഡ് ബൈ 49.5 അപ്രോക്സിമേഷൻ ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് ഓൾ നമ്പേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. 2.3 കിട്ടിയാലും 2.1 കിട്ടിയാലും 2 എടുക്കാൻ പറ്റുള്ളൂ. 2.9 കിട്ടിയാൽ എത്ര എടുക്കണം? 3. അപ്പൊ ഇവിടെ എത്ര എടുക്കണം? 2 കേട്ടോ. ഓർത്ത് നോക്കാം, 2 ടൈം. അപ്പൊ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എന്ത് വരും? എംപിരിക്കൽ ഫോർമുല എത്രയായിരുന്നു? CH2Cl ഇൻറ്റു 2 ചെയ്യുമ്പോൾ ലാസ്റ്റ് ആൻസർ വരുന്നത് C2H4Cl2. ഇതാണ് ആൻസർ കേട്ടോ. ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, C2H4Cl2 ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ ഒരു സ്റ്റക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഈ N എന്ന് ഓർത്ത് നോക്കുക. N എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? മോളിക്കുലർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അതെങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് C12H22O11 അത് എത്രയാ? 342. അതുപോലെ എന്തായിരിക്കും? CH4. അപ്പൊ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ 6 കിട്ടും. അതുപോലെയാണിത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ വരണം. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം സ്റ്റെപ്പായിട്ട് 1 ആയിട്ടാണ് തരുന്നത്. ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. എറർ വന്നാലും എവിടെ നിന്നാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഒരു സ്റ്റെപ്പ്, ഇത് വേറെ സ്റ്റെപ്പ്, അങ്ങനെ ആകുമ്പോൾ ഇത് എവിടെ കിട്ടിയെന്ന് കിട്ടില്ല. അപ്പോൾ ഈ ടാബുലേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു? ഈ ടേബിൾ ഓർത്ത് നോക്കേണ്ടത് എങ്ങനെയാ? മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ഈ ക്വസ്റ്റ്യൻ കണ്ട ആദ്യത്തെ തന്നെ 2 ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടാവും. എന്താ? എലമെന്റ് അല്ലെങ്കിൽ ആറ്റം, പിന്നെ മാസ് അല്ലെ. ഓർത്ത് നോക്കാം. മാസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ആറ്റമിക് മാസ്. പിന്നെ എന്തായിരുന്നു? മോൾ. പിന്നെ ഒരു ടേബിളും കൂടി ഉള്ളൂ, സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ. മോളിന്റെ ഏറ്റവും സ്മോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക. ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2 ഫോർമാറ്റ് ആക്കി ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് തേർഡ് ക്വസ്റ്റ്യൻ ആണെന്നാണ് ഓർമ്മ.
തേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് വായിച്ചേ 1.3. ആരെങ്കിലും ഒന്ന് ലൗഡ് വോയിസിൽ വായിച്ചേ 1.3. Define the empirical formula of an oxide of iron which has 69.9% Iron and 30.1 dioxide by mass. mass. അല്ലേ, ഓർത്ത് നോക്കാം. Determine the empirical formula of an oxide of iron which has 69.9% iron and 30.1% dioxygen by mass. ഇതാണ് തന്നേക്കുന്നത്. ഓർത്ത് നോക്കാം. അതിലാകെ നിങ്ങൾക്ക് ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അയൺ Fe നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ല അല്ലെ. എഫിയുടെ ആറ്റമിക് നമ്പർ 26, മാസ് നമ്പർ 56 കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ തരും അവര് കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ വലിയ എലമെന്റ് എന്ന് പറയുമ്പോൾ സിൽവർ എന്ന് പറയുമ്പോൾ അതിന് ആറ്റമിക് മാസ് 108 ആണ്. അതൊക്കെ തരും, അത് പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഏകദേശം ഓർത്ത് വെക്കേണ്ടത് 20 വരെയുള്ളതിന്റെ മാസെങ്കിൽ പെർഫെക്റ്റ് ആക്കുക. 20ക്ക് മുകളിലുള്ളത് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എന്തായാലും തരും. സ്കൂളിലെ ടെസ്റ്റിൽ ചിലപ്പോൾ ടീച്ചർ പറയും കാണാൻ പഠിച്ചോളാൻ പറയാം കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് 56 ആണ് ആറ്റമിക് മാസ് ആയിട്ട് അയണ്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ, നമുക്ക് വേഗം ചെയ്യാം. ക്വസ്റ്റൻ എഴുതി വെക്കുക കേട്ടോ എല്ലാവരും. 1.3 ക്വസ്റ്റൻ. ഡിറ്റർമൈൻ എഴുതിക്കോ കേട്ടോ. ഡിറ്റർമൈൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ആൻ ഓക്സൈഡ് ഓഫ് അയൺ. ഡിറ്റർമൈൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ആൻ ഓക്സൈഡ് ഓഫ് അയൺ which has 69.9% iron, which has 69.9% iron and 30.1% dioxygen by mass. 30.1% dioxygen by mass. എന്ത് ചെയ്യണം? ഇതേ ടേബിൾ അല്ലേ, ഇതേ ടേബിൾ ആണ്. (69.9%) അല്ലെ. എലമെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം കൊടുത്തേക്കുന്നത് Fe ആൻഡ് ഓക്സിജൻ, 2 എലമെന്റ് ഉള്ളൂ, Fe ആൻഡ് ഓക്സിജൻ. then ഇവിടെ മാസ് പെർസെന്റേജ് വന്നിരിക്കുന്നത് 69.9 അയൺ ആണ്, 69.9%. then ഓക്സിജൻ എന്ന് പറയുന്നത് 30.1% ആണ്, 30.1%. then atomic mass of iron 56, then oxygen 16. മോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മോൾ എന്ന് പറഞ്ഞാൽ 69.9 ഡിവൈഡഡ് ബൈ 56 എത്രയാണെന്ന് പറയണം. then 30.1 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് നോക്കിയേ. One 39 56 എത്ര ടൈം പോകും? 2 ടൈം എന്തായാലും പോകില്ലേ? 2 ടൈം 3 ടൈം പോകില്ലല്ലോ, ഉറപ്പല്ലേ? 1.2 അത്രയും മതി. അപ്പൊ എന്താ ചെയ്താ ഇവിടെ 1.2 ഇവിടെ ചെയ്ത് നോക്കണം കേട്ടോ. 1.2 ഇത്രയും വരെ ചെയ്ത് നോക്കാം. 56 into 2 ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ കിട്ടുന്ന. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? 30.1 divided by 16. 1 time പോയി 16 എഴുതി. .2 എത്ര ടൈം പോകും? 16 141 എത്ര ടൈം പോകും? കൗണ്ട് ചെയ്തേ.
7 ആണോ 8 ആണോ? $128 കിട്ടില്ലേ അല്ലേ? 9 ടൈം പോകില്ല, വീണ്ടും 16 വരുമ്പോൾ കൂടൂലേ? അപ്പോൾ എത്രയാ? 1.8 ചെയ്യണോട്ടോ. 1 ഡിജിറ്റ് ആകുമ്പോൾ 1.8. ഡൗട്ട് ഉണ്ടോ? അതേ നോക്കിക്കോ. 128 അല്ലേ? പോയിന്റ് ഉണ്ടാവും. അപ്പോൾ എത്ര കിട്ടി? 1.8. ഇനി സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞേ. ഇതില സ്മോൾ മോൾ ഏതാണോ അതുകൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? സ്മോൾ മോൾ എത്രയാ? 1.2 അല്ലേ? അപ്പോൾ 1.2 ഡിവൈഡ് ബൈ 1.2 എത്ര വരും? 1. Then 1.8 divided by 1.2. ചെയ് പറ. ഡിവിഷനൊക്കെ ചെയ്യും നല്ല കുട്ടികളായിട്ട്. 1.5. വെരി ഗുഡ്. 1.5. 1ഉം 1.5 ഇതിനെ വോൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻറ്റു 2 ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇൻറ്റു 2. ഐഡിയ മനസ്സിലായോ? 1.25 ആണെങ്കിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? 1.25 ആയിരുന്നു വെച്ചെങ്കിൽ 0.25 എത്ര മൾട്ടിപ്ലൈ? 4 ഉണ്ടോ? ദാറ്റ്സ് ഐഡിയ. അത് ഈ രണ്ടെണ്ണം വരുള്ളൂ. അപ്പോൾ ഇത് ഇൻറ്റു 2, ഇത് ഇൻറ്റു 2. ഇവിടെ എത്ര കിട്ടി? 2. ഇവിടെ എത്ര കിട്ടി? 3. ആൻസർ എന്തായിരിക്കും? എംപിരിക്കൽ ഫോർമുല, അതാണ് ക്വസ്റ്റ്യൻ. എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും ആൻസർ? പറഞ്ഞോ. Fe2O3 അതാണ് ആൻസർ കേട്ടോ. Fe2O3. ഇവിടെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യണം. ഇപ്പൊ സമയമൊക്കെ ഉണ്ടാവും. പതുക്കനെ കൈയൊക്കെ ഓടണം. എങ്കിൽ മാത്രമാണ് മാത്സിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരുള്ളൂ. പതുക്കനെ ചെയ്ത് പേഷ്യന്റ് ആയിട്ട് കേട്ടോ ഓർത്ത് വെക്കാം. ഏതാ? മോശമ നേരെ പോയിട്ട് കോറിഡോറിൽ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം ഐഡിയ ആയല്ലോ. ഇന്നെടുത്ത കൺസെപ്റ്റുകൾ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാം. അടുത്തതിലാണ് സ്റ്റോഷിയോമെട്രി ആൻഡ് മോളിക്കുലാരിറ്റി ഒക്കെ നമുക്ക് എടുക്കാനായിട്ടുള്ളത്. എന്തായാലും സ്റ്റോഷിയോമെട്രി ഇനി ഇത് ചെയ്യില്ല. കുറച്ച് ഹോംവർക്ക് തന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമമായാലോ അല്ലേ? മോളിന്റെ ആണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഹോംവർക്ക് ആണ് കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ വേണം? 5 അല്ലേ? എന്തായാലും 5 പറഞ്ഞു. മൈൻഡിൽ 5 പറഞ്ഞില്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് എഴുതി വെച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 100 gram of calcium carbonate. 100 gram of calcium carbonate. Find the number of carbon dioxide. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും അല്ലേ? ഞാൻ നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ വേറൊരു സ്റ്റൈലിൽ ഉള്ളതാണ് ശരി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. $50 gram of methane gas. 50 gram of methane gas. Find the volume of methane gas. വോളിയം ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇവിടെ ഒരു ടേബിളിൽ അല്ലേ? വോളിയം ഡിവൈഡ് ബൈ 22.4 ആ രീതിയിൽ കൊണ്ടുവരാൻ നോക്കാം. നെക്സ്റ്റ് 12.044 into 10⁻22 number of O2 molecule. Number of O2 molecule. Find the mass of O2 molecule. Find the mass of O2 molecule. എത്ര ക്വസ്റ്റ്യൻ ആയി? 3 അല്ലേ? 2 more questions കൂടി ഉണ്ട്. Find the mass of 2 mole electron. Find the mass of 2 mole electron. Find the mass of 2 mole electron. 2 mole electron. നമ്മൾ ചാർജിന്റെ ക്വസ്റ്റ്യൻ ചെയ്തോ?
ചാർജ് വെച്ച് ചെയ്തില്ലല്ലോ, അതിന്റെ താഴെ സപ്പോസിഷൻ ഉണ്ടായി വിട്ടുപോയി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. ഫൈൻഡ് ദ find the mass of 2 mole electron. Find the mass of 2 mole electron. Next line എഴുതി വെക്കാം. Find the charge of 2 mole electron. Next, fifth question. Find the charge of 2 mole electron. Find the charge of 2 mole electron. MOLE കേട്ടോ, mole electron. Find the mass ഉണ്ട്, അതുപോലെ find the charge ഉണ്ട്. ഇനി നിങ്ങൾ ഒരു പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. Charge of 1 electron equal to charge of 1 electron equal to charge of 1 electron equal to 1.6 into 10 raised to minus 19 coulomb. 1.6 into 10 raised to minus 19 coulomb. Coulomb അറിയാലോ അല്ലേ, ഓർത്ത് നോക്കാം, യൂണിറ്റ് ആണ്. 1.6 into 10 raised to minus 19 coulomb. അപ്പോൾ 10 മോൾ ആണെങ്കിൽ എന്താ, 10 നമ്പർ ആണെങ്കിൽ ഇൻറ്റു 10 അല്ലേ. 1 മോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലേ. 1 ഡസൺ ഇലക്ട്രോണിന്റെ ചാർജ് ചോദിച്ചാൽ എന്ത് പറ്റും, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. മോൾ എന്ന് പറഞ്ഞ നമ്പറാ. അപ്പൊ 2 മോൾ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എത്രയാ, 6.022 ഇൻറ്റു 10. അപ്പൊ ഈ ലാസ്റ്റത്തെ ആൻസർ എന്തായിരിക്കും, 2 into 6.022 into 10 raised to 23 into this. ഉണ്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ഒന്ന് കയറും, അത്രേ ഉള്ളൂ. അപ്പോ ആ രീതിയിൽ വരും കേട്ടോ. ഓക്കെ. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇതൊന്ന് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അയാളൊന്ന് കോപ്പി ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ കാര്യം ഒന്ന് പറഞ്ഞു വെക്കാം, അയാൾ എഴുതി കഴിയുമ്പോൾ വിടുള്ളൂ. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ, റീക്യാപ്പ് ചെയ്ത. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തായിരുന്നു, ആദ്യം ലാസ്റ്റ് ക്ലാസ്സിലുള്ളത് ഒന്ന് പറഞ്ഞു അല്ലെ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് എന്താ എടുത്തിരുന്നു, ഗെയ്-ലുസാക് ലോ കേട്ടോ, ഓർത്ത് നോക്കാം. ഒരു കുഞ്ഞ ഐഡിയ വേണം അല്ലെങ്കിൽ ക്ലാസ്സിൽ. ഗെയ്-ലുസാക് ലോ, അത് കഴിഞ്ഞാൽ അവഗാഡ്രോസ് ലോ അല്ലെ, ഓർത്ത് നോക്കാം. അവിടെ അവഗാഡ്രോസ് ലോയില് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ അല്ലെ. അത് കഴിഞ്ഞിട്ട് വേറൊരു തിയറിയും കൂടി എഴുതി, ഡാൽട്ടൺ ആറ്റമിക് തിയറി കേട്ടോ, ഡാൽട്ടൺ ആറ്റമിക് തിയറി. അങ്ങനെ വന്ന സമയത്ത് ലോ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത മെയിൻ കാര്യം അല്ലെ, ആറ്റമിക് മാസ് അല്ലെ ആൻഡ് മോളിക്കുലർ മാസ് ഒക്കെ എഴുതി, മോളിക്കുലർ മാസിന്റെ ഡെഫിനിഷൻ എഴുതി. അത് കഴിഞ്ഞ് എംപിരിക്കൽ ഫോർമുല മാസ് അല്ലെ, എംപിരിക്കൽ ഫോർമുല മാസ് അവർ തമ്മിൽ ഒരു ഗ്ലൂക്കോസിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് മോൾ കൺസെപ്റ്റ് എടുത്തത്. മോൾ കൺസെപ്റ്റിൽ ആ ഫുള്ള് എനിക്ക് വേണ്ട പിക്ചർ പോലെ നിങ്ങൾക്ക് കിട്ടണം മൈൻഡിൽ കേട്ടോ, ഓർത്ത് നോക്കുക. അവർ തമ്മിൽ ആ റിലേഷൻഷിപ്പ് പതുക്കെ കിട്ടണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് തിങ്ക് ചെയ്യുക, അതാണ് കുറച്ചും കൂടി എളുപ്പം. ഓർത്ത് നോക്കുക. ഒറ്റയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നതിനേക്കാളും ബെറ്റർ ആണത്, അതുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളെടുത്ത് എന്തായിരുന്നു, മോൾ കൺസെപ്റ്റ് കഴിഞ്ഞിട്ട് ഇത് എന്തായിരുന്നു, റിലേഷൻഷിപ്പ് ആണ് അല്ലെ, ഓർത്ത് നോക്കുക. പെർസെന്റേജ് തരും, അതിൽ നിന്ന് എന്ത് കണ്ടെത്തണം, എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. അപ്പൊ പെർസെന്റേജ് ഓഫ് മാസ് ഓഫ് സം എലമെന്റ്സ് തന്നു കഴിഞ്ഞാൽ ആ ടേബിൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു ടേബിള്, ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് മാസ് പെർസെന്റേജ്, തേർഡ് ഫോർത്ത് മോൾ, ഫിഫ്ത് സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ. അതാണ് എംപിരിക്കൽ ഫോർമുല. നെക്സ്റ്റ് molecular formula equal to n into empirical formula. What do you mean n? N is equal to molecular formula mass divided by empirical formula mass. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ഈ പോർഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ചോദിച്ചേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഏത് പോർഷൻ ആയാലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഓക്കെ അല്ലേ, ഓൺലൈനിലാണ് ശരി.